ആ സംശയം വന്നതുകൊണ്ട് അത് ഒരു പ്രാവശ്യം കൂടെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചേച്ച് മുന്നോട്ട് പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ കിടന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ മുന്നമേ തൻ്റെ യഹൂദ ജനത്തിന് 69 ആഴ്ചവട്ടം വെച്ചിരിക്കുന്നു എന്ന കാലക്കണക്കുകൾ പൂർത്തിയാക്കി, ഡേറ്റ് അക്യുറസിയിൽ പൂർത്തിയാക്കിപ്പോയി എന്ന് പറഞ്ഞു. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 2 വാക്യങ്ങൾ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് എടുത്തു. അത് തമ്മിൽ കൺഫ്യൂസ് ആയതാണ് പലർക്കും ഈ സംശയത്തിൻ്റെ കാരണം. ഒന്നാമത്തേത്, യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 69 ആഴ്ചവട്ടം. അവിടെ 2 ആഴ്ച, 7 ആഴ്ച, 60 ആഴ്ച ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാരണം ഇംഗ്ലീഷിൻ്റെ ഒരു ശൈലി എഴുതിയിരിക്കുന്നത് 320 അങ്ങനൊരു കണക്കാണ് പറയുന്നത്. അതുകൊണ്ടാണ് 6, 60, 20 എന്നിങ്ങനെയൊക്കെ പല കണക്കുകളിലായി വന്നത്. 69 ആഴ്ചവട്ടം എന്നാണ് അതിൻ്റെ രത്നച്ചുരുക്കം. 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തനായൊരു പ്രഭു ഛേദിക്കപ്പെടും, അവനാരും ഇല്ലെന്നു വരും. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഒരു പഴയ രാജാവ് യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചത് കാണാം. അന്നു മുതൽ 69 ആഴ്ചവട്ടം തികയുമ്പോൾ അഭിഷക്തനായൊരു പ്രഭു ഛേദിക്കപ്പെടും. നമ്മുടെ കർത്താവായി ഈ സംഭവം നടക്കുന്നത് ദാനിയേൽ പ്രവചനം 9:25 അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനത്തിൽപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. ആ കൽപ്പന പുറപ്പെട്ടത് നെഹമ്യാവിൽ എഴുതി വച്ചിട്ടുണ്ട്. BC 445 മാർച്ച് മാസം 15-ാം തീയതിയാണ് ആ കൽപ്പന രാജാവിൽ നിന്ന്, പേർഷ്യൻ ചക്രവർത്തിയിൽ നിന്ന് പുറപ്പെടുന്നത്. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടു. അവിടെ മുതൽ 69 ആഴ്ചവട്ടം കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രവചനത്തിൻ്റെ ആഴ്ചവട്ടം കണക്കാക്കുന്നതിന് പ്രത്യേക ശൈലിയുണ്ട്. കാരണം പ്രവചനത്തിലെ ഒരു ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കും. പ്രത്യേകിച്ചും അക്യുറേറ്റായിട്ട് എടുത്തു പറയുന്ന ഇസ്രയേലിനോട് ബന്ധപ്പെട്ട പ്രവചനത്തിൽ ഒരു വർഷമെന്ന് നമ്മൾ പറയുന്നത് 360 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ 69 ഗുണം 7 ഗുണം 360 ദിവസങ്ങൾ കഴിയുമ്പോൾ അഭിഷക്തനായൊരു പ്രഭു ഛേദിക്കപ്പെടും. ക്രിസ്തു AD 32 ഏപ്രിൽ മാസം 6-ാം തീയതി ഓശാന ഞായറാഴ്ച യെരുശലേമിലേക്ക് വരുന്ന സമയത്താണ് നിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് യഹൂദന്മാരുടെ പ്രഭുക്കന്മാർ യേശുവിനെ ത്യജിക്കുന്നത്. അതുവരെയുള്ള ദിവസം കണക്ക് കൂട്ടിയാൽ 1,07,000 എവിടെയാണ് 1,73,880 ദിവസങ്ങളാണെന്ന് കിട്ടും. എന്നു മുതൽ BC 445 മാർച്ച് മാസം 14-ാം തീയതി മുതൽ AD 32 ഏപ്രിൽ മാസം 6-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ കണക്ക് കൂട്ടിയാൽ 1,73,880 ദിവസങ്ങളാണ്. ആ സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയും ഒലിവുമലയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇറങ്ങിയാണ് യെരുശലേമിലേക്ക് വരേണ്ടത്. യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിന് നേരെയാണ് പടിഞ്ഞാറേക്ക് യേശു ഇറങ്ങി വരുന്നത്. രാജാക്കന്മാരെ, പ്രത്യേകിച്ചും പുതുതായി അഭിഷക്തരാകുന്ന രാജാക്കന്മാരെ അംഗീകരിക്കേണ്ടതിന് യെരുശലേമിൻ്റെ കിഴക്കേ വാതിൽ തുറക്കുന്നത് അക്കാലത്തെ പതിവാണ്. മഹാപുരോഹിതന്മാരെ അംഗീകരിക്കേണ്ടതിന്, ആദരിക്കേണ്ടതിന്, രാജാക്കന്മാരെ ആദരിക്കേണ്ടതിന്, അംഗീകരിക്കേണ്ടതിന് തുറക്കപ്പെടേണ്ട വാതിലാണ് യെരുശലേമിൻ്റെ കിഴക്കേ വാതിൽ. യേശു ആ വാതിലിൻ്റെ നേരെയാണ് ഇറങ്ങി വരുന്നത്. ഇവനെ രാജാവായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരും ബാലന്മാരും ഒരുമിച്ച് ചേർന്ന് കഴുതയുടെ മുമ്പിൽ അവരുടെ തുണികൾ വിരിച്ച്, അവരുടെ വസ്ത്രങ്ങൾ വിരിച്ച് യേശുവിനെ രാജാവായി അഭിഷേകം ചെയ്തു കൊണ്ടുവരികയാണ്. ഈ സമയത്താണ് യഹൂദൻ്റെ പുരോഹിതന്മാരും നേതാക്കന്മാരും വന്ന് ഈ ബാലന്മാർ മിണ്ടാതിരിക്കാൻ അവരോട് പറ എന്ന് പറഞ്ഞ് യേശുവിനെ തള്ളുന്നത്. അതേ ദിവസമാണ് യേശു അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19:41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ, യെരുശലേമേ, നിനക്ക് വേണ്ടി നിയമിച്ചിരുന്ന ഈ ദിവസമെങ്കിലും
യെരൂശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ 1,73,880 ദിവസങ്ങൾ തികയുന്ന ഇന്നെങ്കിലും നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ നിൻ്റെ കണ്ണുകൾക്കത് മറവായിരിക്കുന്നു എന്ന് പറഞ്ഞത് ഡേറ്റ് അക്യുറസിയിൽ ആ പ്രവചനം പൂർത്തീകരിച്ച ചരിത്രമാണ് ഞാൻ ഒന്നാമത് തൊട്ടത്. എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടത് ക്ലിയർ ആകണം. ഇനിയും സംശയമുള്ളവർ യൂട്യൂബിൽ കയറി അതൊന്നുകൂടെ നോക്കുക. ഇനിയും ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇവിടെ മലയാളം തർജ്ജമയിൽ തന്നെ പേശമുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1290 വർഷങ്ങൾ എന്നതിനെ മാറ്റണം. 1290 ദിവസങ്ങൾ ചെല്ലും, 1290 വർഷങ്ങളാണ്. പ്രധാനമായിട്ടും ഒരു സംശയം വന്നത്, മുമ്പേ പറഞ്ഞ കേസിൽ ഒരു വർഷത്തെ 360 ദിവസമായി കണക്കാക്കി. ഇവിടെ അങ്ങനെ ആക്കുന്നില്ല, 365. ദാനിയേൽ പ്രവചനത്തിലെ കണക്കുകൾ എടുത്താൽ ബുദ്ധിയുള്ളവനും ജ്ഞാനമുള്ളവനും വിവേചിച്ച് തെളിയിക്കേണ്ടതാണ് ദാനിയേൽ പ്രവചനത്തിലെ കണക്കുകൾ. എല്ലായിടത്തും അത് 360 അല്ല, ചിലയിടത്ത് 360, ചിലയിടത്ത് 365, ചിലയിടത്ത് ഒരു വർഷമെന്ന് പറയുന്നത് 50 വർഷവും ഒക്കെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ആവശ്യമുള്ള ഒരു പുസ്തകമാണ് ദാനിയേലിൻ്റെ ദർശനം. ഇവിടെ തന്നെ എഴുതിയിരിക്കുന്ന വാക്കുകൾക്കകത്തൊരല്പം തകരാറുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ഇംഗ്ലീഷ് ശ്രദ്ധിച്ചാലും. ആൻഡ് ഫ്രം ദ ടൈം ദാറ്റ് ദ ഡെയിലി സാക്രിഫൈസ് ഷാൽ ബി ടേക്കൺ അവേ, നിരന്തര ഹോമയാഗം എടുത്തുകൊണ്ടു പോകുന്നത് മുതൽ, ആൻഡ് ദ അബോമിനേഷൻ ദാറ്റ് ടേക്കത്ത് ഡെസല്യൂട്ട് സെറ്റപ്പ്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുകയും അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത് വരെ 1290 ദിവസങ്ങൾ എന്നാണ് പറയുന്നത്. എന്നു മുതലാണ് നിരന്തര ഹോമയാഗം എടുത്തുകൊണ്ടു പോകുന്നത് മുതൽ. നിർത്തലാക്കുക എന്ന മലയാളത്തിൽ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്, പക്ഷെ ഏതോ എടുത്തുകൊണ്ടും പോയി. മുതൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയം ഇരിക്കേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ യെരൂശലേം ദേവാലയം ഇരിക്കുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നത് വരെ, സ്ഥാപിക്കപ്പെടുന്നത് വരെ 1290 ദിവസം എന്നാണ് അതിൻ്റെ ശരി തർജ്ജമ. മലയാളത്തിലെ തർജ്ജമയിൽ ഒരല്പം പെശക് പറ്റി, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വേർഷനോടെ ഇട്ടത്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്ന തൻ്റെ ഇടത്തുവശത്ത് താഴെ കാണുന്ന ഒരു ചിത്രമുണ്ട്. ബാബേൽ രാജാക്കന്മാർ വന്ന് ദേവാലയം പൊളിക്കുകയും ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോകുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിരന്തര ഹോമയാഗം നടന്നിട്ടില്ല. നിരന്തര ഹോമയാഗത്തിന് ഉപയോഗിച്ചിരുന്ന ദേവാലയ ഉപകരണങ്ങൾ എടുത്തുകൊണ്ടു പോകുന്ന അന്ന് മുതൽ അത് BC 598 സംഭവിക്കുന്നത്. അന്ന് മുതൽ AD 692 ദേവാലയം ഇരിക്കുന്ന സ്ഥലത്ത് അലസ്ക മോസ്ക് പ്രതിഷ്ഠിക്കപ്പെടുന്നത്, പണിത് പൂർത്തീകരിക്കുന്നത് വരെ ഉള്ള സമയം 1290 വർഷമാണ്. ADയും BCയും ചേർന്ന് കണക്ക് കൂട്ടുന്നത് കൊണ്ട് ഒരല്പം പ്രയാസം ഉണ്ടായവരുണ്ട്. 598 BC മുതൽ 692 AD വരെ, ഇത് രണ്ടും കൂടെ അങ്ങ് കൂട്ടിയാൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ട. ADയും BCയുമാണ് ക്രിസ്തു മുതൽ പുറകോട്ടും ക്രിസ്തു മുതൽ മുന്നോട്ടും ഉള്ള കാലഘട്ടങ്ങളാണ്. രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ കൃത്യം 1290 ദിവസം കിട്ടും. ഇത് ഈ അക്യുറസിയിൽ ദൈവത്തിൻ്റെ പ്രവചനം നിവർത്തിക്കപ്പെട്ടതാണ്. ദാനിയേൽ പ്രവചനം 12-11 ഒരു പ്രാവശ്യം കൂടെ നോക്കാം. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും, വ്യാഖ്യാനം അതല്ലെന്ന് ഞാൻ പറഞ്ഞു, നിരന്തര ഹോമയാഗം നിർത്തലാക്കുന്നത് മുതൽ മ്ലേച്ഛബിംബത്തെ സ്ഥാപിക്കുന്നത് വരെയുള്ള കാലം 1290 ദിവസമാണ്. 12-ാം വാക്യം, 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ മുതൽ 11-ാമത്തെ വാക്യം മുതൽ അലസ്ക മാസ്ക് പ്രതിഷ്ഠിക്കപ്പെടുന്നത് മുതൽ അടുത്ത 1335 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ വരെ കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ. 1290 അധികം 1335 എടുത്താൽ BC 598 മുതൽ ഈ 1335
35 അധികം 1290 ദിവസങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് 2027. ആ പ്രവചനത്തിൻ പ്രകാരം വരുവാനുള്ളവൻ വരേണ്ടതിന് 2027 വരെയുള്ള സമയമാണ് ദൈവം തന്നിരിക്കുന്നത്. ഞാൻ അതിനകത്തുനിന്ന് ഒരു കണക്കും കൂടെ എടുത്തു പറഞ്ഞു. അതിൻ്റെ ഒടുവിലത്തെ 3.5 വർഷം എങ്കിലും മഹാമഹോദരവമായി മാറ്റപ്പെടും. അങ്ങനെയാണെങ്കിൽ 2024 വലിയ പ്രത്യേകതയുണ്ട്. മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്ന സമയമായി. ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു, ദൈവത്തിനൊരു പരന്തറ്റിക്കൽ പീരീഡുണ്ട്. തക്ക സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും. ചിലരൂടെ മാനസാന്തരപ്പെടുവാൻ, ചിലരൂടെ സ്നാനപ്പെടുവാൻ, ചിലരൂടെ ദൈവകൃപയിൽ വളരുവാൻ ഇടയാകേണ്ടതിന്. ഞാൻ കഴിഞ്ഞ 2 ദിവസം തിരുവനന്തപുരത്തിനടുത്തൊരു സ്ഥലത്തായിരുന്നു. പലരെൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ കണ്ണു തുറന്നു. ഒരുപാട് പുതിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുതിയ പ്രതിഷ്ഠ എടുക്കുകയാണ്. അങ്ങനെയുള്ളവരെ കൂടെ കരുതി, എന്നെപ്പോലെ പ്രസംഗിക്കാനുള്ളവർ ധാരാളമുണ്ട്. അവരെ കൂടെ കരുതി കർത്താവ് അല്പസ്വല്പം വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. ആ വ്യത്യാസത്തിൻ്റെ കാലഘട്ടങ്ങളെ മുൻപിൽ ഉള്ളൂ. അതർവൈസ് നമ്മുടെ സമയമായി. അടുത്തത് ഓക്കെ, അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുകയാണ്. ഐ എം സോറി, ദിസ് ഈസ് ബീങ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ദാറ്റ്സ് ഇറ്റ്. മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത്, മോശ തൻ്റെ സങ്കീർത്തനത്തിൽ എഴുതുമ്പോൾ 90-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും. ഇംഗ്ലീഷും അവിടെ തന്നെ അതേ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച് മോശ പറയുന്ന ഭാഗമാണിത്. ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി മിസ്രയീമിൽ നിന്ന് ഇസ്രയേലിനെ പുറത്തെടുക്കേണ്ടതിന് വേണ്ടി ദൈവം നിയമിച്ച മനുഷ്യനായിരുന്നു മോശ. മോശയും അഹരോനും 2 പേർ കമ്പൈൻഡായിട്ടാണ് ഇസ്രയേലിനെ പുറപ്പെടുവിച്ചത്. റീസൺ, ദൈവത്തോട് വേണ്ടാത്ത എക്സ്ക്യൂസുകൾ മോശ പറഞ്ഞതിനാൽ ദൈവം മോശയ്ക്ക് ഒരാളിനെ കൂടെ, അഹരോനെ കൂടെ കൂട്ടായി കൊടുത്തു. എന്നാൽ തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തിന് മുന്നമേ ദൈവം അഹരോനെ തിരിച്ചു വിളിച്ചു. മോശ ഒറ്റയ്ക്ക് ഇസ്രയേലിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം, ആ ദിവസം മോശ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ പദമാണിത്. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80. ഇതിന് ശേഷം ഈ ജനം വീണ്ടും അനർത്ഥത്തിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നത് മുതൽ എന്ന ഒരു കണക്ക് നമ്മൾ വന്നേ പറ്റുള്ളൂ. ബൈബിളിൽ ഇതിന് വ്യക്തമായ രേഖയില്ല. നമ്മളൊരു അസസ്മെൻറ്റിൽ വരികയാണ്. ദൈവവചനത്തിൽ പലതും വിവേചിക്കുവാൻ വിഭജന ആത്മാവിനെ കൂടെ ദൈവം മനുഷ്യന് തന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവവചനം എഴുതപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക കൃപാവരമാണ് വിവേചനം. മാത്രവുമല്ല, വിശുദ്ധ പൗലോസ് പറയുമ്പോൾ മർമ്മങ്ങളുടെ കലവറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, മർമ്മങ്ങളുടെ ദൈവം അഥവാ സാധാരണഗതിയിൽ സാധാരണക്കാരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന സത്യത്തെയാണ് മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നത്. മർമ്മങ്ങളുടെ വ്യാഖ്യാനം ഒരു പ്രത്യേക കൃപാവരമായി ദൈവം ഏൽപ്പിക്കുന്നതാണ്. ആ കൃപാവരങ്ങൾ ലഭിച്ചവർ വ്യാഖ്യാനിക്കുന്നത് ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പ് മുതൽ ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80 സംവത്സരം. ആ വീണ്ടെടുപ്പ് നടന്നത് 1948 ഇസ്രയേൽ യഥാസ്ഥാനപ്പെടുന്നത്. അന്ന് മുതൽ 80 വർഷം കൂടെ ചേർക്കാമെങ്കിൽ 2028 എന്ന് കിട്ടും. മുമ്പേ 27 കിട്ടി, ഇപ്പോൾ 2028 എന്ന് കിട്ടും. അത് ഏറെയായാൽ 70 ഉള്ളൂ. 70 മാത്രമാണെങ്കിൽ 2018 ഏറെയായാൽ 80. ഇതിനിടയ്ക്ക് എവിടെയോ എന്നൊരാശയമാണ്. എഗെയിൻ ആ ഒടുവിലത്തെ 3-3.5 വർഷം പോയാൽ 2024 ഭയങ്കര നിർണായകമായ സമയമാണ്. ഇതാണ് ഞാൻ പറഞ്ഞതായ ഡേറ്റ് അക്യുറസിയിൽ പൂർത്തീകരിച്ച സംഭവങ്ങൾ. തിരിച്ച് നമ്മൾ വരാം. കഴിഞ്ഞ ആഴ്ചയിൽ പോയതിലൂടെ ഒന്ന് ഓടിച്ചു പോകാം. ഞാനിങ്ങനെ ഓടിച്ചോടിച്ച് പോകുന്നത് കാരണം എൻ്റെ മുന്നോട്ട് എൻ്റെ പോഷൻ തീരാൻ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും എൻ്റെ ആരോഗ്യം തീരുന്നതിന് മുന്നമേ, കർത്താവ് വരുന്നതിന് മുമ്പേ കഴിവുള്ളിടത്തോളം ഒരാളിനോടെങ്കിലും ഇത് പറയണമെന്ന് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവിടെ ഇവിടെയും വെട്ടിച്ചുരുക്കാതെ എനിക്ക് മാർഗമില്ല. ഞാൻ മുന്നോട്ട് പോകുകയാണ്. ആരംഭത്തിങ്കിൽ ഒരേ നിറത്തിലുള്ള 4 കുതിരകളെ നമ്മൾ കാണിച്ചു.
ആ കുതിരകളുടെ നിറത്തിലുള്ള കൊടികൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ഇസ്രയേലിനോട് എതിർത്ത് നിൽക്കേണ്ട ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിലവിലിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നന്നായി പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു പരിതസ്ഥിതികളിൽ ആ ദേശങ്ങളിലെ മുഴുവനും ഫ്ലാഗുകൾ ഒരുമിച്ച് വന്നതോടെ ഇത് ദൈവത്തിൻ്റെ ട്രിഗറിങ് പീരീഡാണ്, ദൈവം എന്തോ മുന്നറിയിക്കുകയാണ് എന്ന് ആത്മീയർക്ക് മനസ്സിലായി തുടങ്ങി. ഇന്നും മനസ്സിലാകാത്തവരുണ്ട്, ഇന്ന് പ്രസംഗിച്ചാലും അംഗീകരിക്കാത്തവരുണ്ട്. അതുങ്ങളെ ഒരു ബ്രാക്കറ്റിലാക്കി വിട്ടുകള. ദൈവത്തിന് പരന്തിക്കൽ പീരീഡ് ഉള്ളതുപോലെ എനിക്കും പരന്തെറ്റിക്കൽ ബിഹേവിയർ ഉണ്ട്. അതിനെ ഒരു ബ്രാക്കറ്റിലാക്കി മാറ്റുകയല്ലാതെ വേറെ മാർഗമില്ല. അന്ന് തന്നെ അനേക രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ ഇതേ നിറത്തിലായതോടെ, ആ രാജ്യങ്ങളെല്ലാം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആയതോടുകൂടെ ദൈവത്തിൻ്റെ ഒരു ട്രിഗറിങ് പോയിൻ്റാണ്, ദൈവം എന്തോ വാണിങ്ങുകൾ തരികയാണ് എന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ ആഴ്ചകളിലായി ഞാൻ തൊട്ടുകൊണ്ടിരുന്ന ഒന്നാണ് സ്കോപ്പ് ഓഫ് ദ ക്ലാസ്. എന്തിനു വേണ്ടിയാണ് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത്? ടു വാണ്ട് ദ ചർച്ച് ആൻഡ് ഓൾ ദ ലിസണേഴ്സ്. ഈ സഭയ്ക്ക് മാത്രമല്ല, ഞാൻ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ യാത്ര ചെയ്ത കൂട്ടത്തിൽ, 4 ദിവസമല്ല, എനിക്ക് തോന്നുന്നുണ്ട് 2 ആഴ്ചയോളം ഞാൻ യാത്രയിലായിരുന്നു. ഈ സമയങ്ങളിൽ ആയിരങ്ങളിൽ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരും. ഞാൻ ബഥേലിലെ മെസ്സേജ് കേട്ടാണ് രക്ഷിക്കപ്പെട്ടത്. ബഥേലിലെ മെസ്സേജ് കേട്ടാണ് സ്നാനപ്പെട്ടത്. ബഥേലിലെ മെസ്സേജ് കേട്ടാണ് വേർപാടിൽ വന്നത്. ചുരുക്കം പേരേ ഉള്ളൂ വേർപാടിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷെ അല്ലാതെ നൂറുകളിൽ ആളുകളെ എനിക്ക് കാണുവാനായി സാധിച്ചു. അതുകൊണ്ട് ചർച്ചിനോട് മാത്രമല്ല, ഞങ്ങളുടെ ഫോളോയേഴ്സിനെയും ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെയും ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് മലയാളം കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അതിനകത്തെ തനി ആത്മീയരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. എസെക്കിയേൽ പ്രവചനം 33:7 ദേശത്തിന് വേണ്ടി ദൈവം ഒരു കാവൽക്കാരനെ ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം നമ്മളെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണെന്നും വാള് വരുന്നത് കണ്ടതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല എന്നും ഞാൻ ഓർമ്മിപ്പിച്ചു. കാവൽക്കാരൻ വാൾ കരുന്നത് കണ്ട് കാഹളമൂതായും ജനം കരുതാതെയും ഇരുന്നാൽ വാള് വന്ന് നശിപ്പിച്ചാൽ കാവൽക്കാരനോട് രക്തം ചോദിക്കും. അതുകൊണ്ട് വിളിച്ചു പറയുന്നത് നമ്മുടെ കടമയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ പ്രസംഗിക്കേണ്ടതിന് വേണ്ടി ദൈവം എനിക്ക് തന്ന കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വർഗവ്യത്യാസങ്ങൾ, നാട്ടുകാർ വീട്ടുകാർ ഭേദം വരാ നാഥൻ വരവിൽ എന്നാരംഭിക്കുന്ന ഒരു പാട്ടുണ്ട്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ വർഗവ്യത്യാസങ്ങൾ കാണത്തില്ല. ഞങ്ങളുടെ കൾച്ചർ ഇതാ, ഞങ്ങളുടെ ജാതി ഇതാ, ഞങ്ങളുടെ പാരമ്പര്യം ഇതാ, ഞങ്ങളുടെ അവിടുത്തെ സമ്പ്രദായം ഇതാ. വിവാഹ സമയത്ത് അല്പം മദ്യം വിളമ്പുന്നത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. ഇടയ്ക്കൊരല്പം വ്യഭിചാരമോ ദുർനടപ്പോ ഞങ്ങളുടെ പതിവാണ്. അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. മോനെ, വർഗവ്യത്യാസങ്ങൾ ദൈവത്തിന് ബാധകമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന ശരീരങ്ങളെ അപമാനിക്കുകയും ദുഷ്കാമ പ്രവൃത്തികളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നതും അതിനെ വിഡ്ഢിവേഷം കെട്ടിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ മര്യാദയാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. യേശുവിൻ്റെ വരവെങ്കിൽ വർഗവ്യത്യാസങ്ങൾ അംഗീകരിക്കപ്പെടുകയില്ല. എല്ലാവരും ഒരുപോലെ ഇരിക്കും. ഞങ്ങളുടെ നാട്ടു നടപ്പിങ്ങനെയാണ്, ഞങ്ങളുടെ ഫാമിലി ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്, ഇതില്ലാതെ ഒക്കത്തില്ല. ഒരാൾ എന്നെ ഒരു വിവാഹത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കും കൂടെ വരാവുന്ന വിവാഹമാണെങ്കിൽ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് വിവാഹം നടക്കുന്ന സഭയിൽ എനിക്ക് വേണ്ട. അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടിയാണ്, വാചകമാണ്, എനിക്ക് വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ട. പക്ഷെ വിവാഹം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന സഭയിൽ ആഭരണങ്ങൾ ഉപയോഗിച്ചാണ് വിവാഹം നടത്തുന്നത്. ഞാൻ പറഞ്ഞു, പക്ഷേ നേരത്തെ പറഞ്ഞത് ഉപകാരമായി, ഞാൻ വരുന്നില്ല. കാര്യം വർഗവ്യത്യാസങ്ങൾ, വംശവ്യത്യാസങ്ങൾ, കൾച്ചറൽ ഡിഫറൻസ് ദൈവത്തിന് ബാധകമല്ല. വർഗവ്യത്യാസങ്ങൾ, നാട്ടുകാർ വീട്ടുകാർ, ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാണ്, ഇതൊന്നും ഭേദം വരാ നാഥൻ വരവിൽ. വീണ്ടും ജനിച്ചവർ ആനന്ദിച്ചിടും, ആ നിമിഷം അവർ വാനിൽ പോകും. ഇത് യാതൊരു ബാരിയറും ഇല്ലാതെ വീണ്ടും ജനിച്ചവർ മാത്രം. വീണ്ടും ജനിക്കുക എന്ന പദത്തിന് അർത്ഥമുണ്ട്. പഴയ ശരീരം ക്രിസ്തുവിനോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ്, പഴയ സ്വഭാവം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഒരു പുതിയ സ്വഭാവത്തിൽ ഉയർത്തെഴുന്നേൽക്കുക. ഇതെങ്ങനെ സാധിക്കും? കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടിരുന്നു. എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് കീഴടക്കാതെ ഇത് സ്വതന്ത്രമാകയില്ല. അല്പം റൊമാൻസും അല്പസ്വല്പം ഫാഷൻ ഷോയും, ഞാൻ ഫാഷൻ ഷോ ഒന്നുകൂടെ തൊടും,
അല്പസ്വല്പം ഫാഷൻ ഷോയും ഇതൊക്കെ ഈ മർത്യ ശരീരത്തിലുള്ളതാ മോനെ, ഇതിനകത്തുള്ളതാ. ആര് പറഞ്ഞാലും ഇത് മാറത്തില്ല. ഏത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടെന്ന് പറഞ്ഞാലും ഇത് മാറത്തില്ല. ഇത് മാറണമെങ്കിൽ അവനവൻ്റെ ശരീരത്തെ അവനവൻ ദണ്ഡിപ്പിച്ച് കീഴടക്കിയേ മതിയാകും. ആ അനുഭവത്തെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ആനന്ദിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവായ യേശു പറയുന്നൊരു പദം കൂടെ ഓർപ്പിച്ചോട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 15:19 ഇംഗ്ലീഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളത് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇതിടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15:19 നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരല്ലാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. പാസ്റ്ററെ, ഈ പറയുന്ന വേർപാട് ആചരിച്ചാൽ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല. കുഞ്ഞെ, നിൻ്റെ സൊസൈറ്റി ദൈവികമല്ലാതെ മറ്റൊരു സൊസൈറ്റിയിലാണ് ജനിച്ചത്. എന്തോ ചെയ്യാനാ? പക്ഷേ അവിടുന്ന് ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കിയെങ്കിൽ മാത്രമേ വേറൊന്നിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ. യേശു പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കും. കാര്യം, നിങ്ങൾ ലോകക്കാരല്ല. ഇന്ന് പകൽ ഞാൻ ലോകക്കാരനല്ല എന്ന് സമ്മതിക്കുന്നവർക്കായി സ്തോത്രം. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇത് യേശുവിൻ്റെ വാക്കാണ്. നിങ്ങൾ ലോകക്കാരല്ല. ലോകത്തിൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ലോകം നമ്മളെ പകയ്ക്കുന്നത്. ഇംഗ്ലീഷിൽ ഇത് ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. 2, ദൈവത്തോടുള്ള ശത്രുത്വം. ഒരു 4 പ്രാവശ്യം പരിശുദ്ധാത്മാവെന്നെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് അവിടെയും ഇവിടെയും ഒക്കെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എഴുതി വെച്ച ഒരു പദം ഇതിൻ്റെ ഒടുവിലുണ്ട്. ഞാനത് എടുത്തു പറഞ്ഞോളാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. ലോകത്തോടുള്ള സ്നേഹം എനിക്ക് വേണമെന്നൊരു വ്യക്തിക്ക് തോന്നിയാൽ അവൻ ദൈവത്തോട് ശത്രുവാണ്. ഇക്കാര്യം മറക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഓർമ്മിപ്പിച്ച ആ പദം, ലെറ്റ് അസ് നോട്ട് ജോയിൻ ദ സൂയിസൈഡ് ടീം ഓഫ് ദ ഡീമൻസ്. നാം സാത്താൻ്റെ ചാവേറുകളായി മരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ. ഈ ഗൗരവം ശ്രദ്ധിക്കുന്നുണ്ടോ? ചാവേറെന്ന് പറഞ്ഞാൽ എന്തുവാ? അവൻ എൻ്റെ കയ്യിൽ തരുന്നത് ഞാൻ കൊണ്ടു നടക്കുക. ബോംബായിരിക്കാം. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ഒരു സ്ത്രീയെ ചാവേറായി ഉപയോഗിക്കുകയായിരുന്നു. ഒരു ബോംബ് അവിടെ ശരീരത്ത് ഫിറ്റ് ചെയ്തു. അവളോട് പറഞ്ഞു, പോയി രാജീവ് ഗാന്ധിയുടെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തെ ഒന്ന് വണങ്ങിയേക്കണം, വേറെ നീ ഒന്നും ചെയ്യണ്ട. പക്ഷേ ആ സ്ത്രീയാണ് പൊട്ടിത്തെറിച്ചത്. പിശാചിൻ്റെ ചാവേറുകളായി മാറുവാൻ ഈ പദം ആവർത്തിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെടുകയാണ്. പിശാചിൻ്റെ ചാവേറുകളായി മാറുവാൻ അവളൊരു വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചു, ഒത്തിരി നന്മകളൊക്കെ പ്രതീക്ഷിച്ചു, എല്ലാം ശരിയാണ്. പക്ഷേ അവൾ ചാവുകയായിരുന്നു. ഒടുവിൽ ചെയ്തത് സാത്താൻ്റെ ചാവേറുകളായി മാറാതെ ദൈവകരങ്ങളിലേക്ക് മടങ്ങി വരുവാൻ, ഈ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു എന്ന യാഥാർത്ഥ്യം മറക്കാതെ ഇരിക്കുവാൻ. ഇത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തു വന്ന ഭാഗത്തിൻ്റെ അവസാനത്തേക്ക് തിരിയാം. റിമൈൻഡർ ഓഫ് ദ ഓൾഡ് പാസ്റ്റ്. ഇത് പണ്ട് മുതലേ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ പിന്നെ തൊട്ടേ പറ്റൂ. കാര്യം ശുദ്ധീകരണം അതുപോലെ ആവശ്യമാണ്. ഞാൻ പലപ്പോഴും എടുത്തു പറയാറുള്ള ഒരു കേസാണ്, നമ്മുടെ ഈ ചർച്ചിൽ വെച്ചൊരു വിവാഹം നടക്കുക. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, രാവിലെയല്ല, ആ കല്യാണത്തിൻ്റെ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വിവാഹത്തിന് പെണ്ണും ചെറുക്കനും ഒന്ന് കയറിയിരുന്നാൽ വിവാഹം നടക്കാനായിട്ടിരിക്കുക. പയ്യൻ ഇവിടെ വന്നിട്ടുണ്ട്, കുറേ നേരമായിട്ട് ഇവിടെ ഉണ്ട്. പെൺകുട്ടി വന്നിട്ടുണ്ട്, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹോളിലാണ്, കുറേ നേരമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവസാനം ചെന്ന് ആ കൊണ്ടുവന്നതിലൊരാളിനോട് ചോദിച്ചു, ബ്രദറെ, മോളെ ഒന്ന് ഇറക്കിക്കൊണ്ട് വരാറായില്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, പാസ്റ്ററെ, ആ ഫൈനൽ ടച്ചപ്പാണ്, ഇങ്ങോട്ട് വരും, ഇപ്പം ഇറക്കിക്കൊണ്ട് വരും, ഫൈനൽ ടച്ചപ്പാണ്. കാര്യം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ ഒരല്പം വിയർത്തത് കൊണ്ട് അവിടെ ഒക്കെ ഒന്ന് മിനുക്കിക്കൊണ്ട് വരാൻ വേണ്ടിയാണ് ഫൈനൽ ടച്ചപ്പാണ്. ദൈവസഭയുടെ ഫൈനൽ ടച്ചപ്പിൻ്റെ ദിവസങ്ങളായത്. ദൈവസഭയുടെ ഫൈനൽ ടച്ചപ്പിൻ്റെ ദിവസങ്ങളായത്. മണവാട്ടിക്ക് മാത്രമേ ഉള്ളൂ ഈ ഫൈനൽ ടച്ചപ്പ്. വിവാഹം നടത്തുന്ന, എനിക്ക് തോന്നുന്നത് ഏറ്റവും മിടുക്കൻ ഞാനാ. എന്നോട് ചോദിച്ചു വെച്ചാണ് ടൈം എല്ലാം ഫിക്സ് ചെയ്യുന്നത്, എൻ്റെ ദിവസം പാസ്റ്റർ ഉണ്ടോ എന്നൊക്കെ ഉണ്ട്. പിള്ളേർ കഴിഞ്ഞാൽ ഏറ്റവും മിടുക്കൻ ഞാനാ. ഞാനിവിടെ നേരത്തെ വന്ന് നിൽക്കുക, എനിക്കൊരു ടച്ചപ്പും വേണ്ട. ഇവർ വിവാഹിതരായിരിക്കുന്നുവെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യാത്തിടത്തോളം വിവാഹം അസാധുവാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എനിക്ക് ടച്ചപ്പിൻ്റെ ആവശ്യമില്ല. ടച്ചപ്പ് മണവാട്ടിക്ക. ഈ ദിവസങ്ങളിൽ മണവാട്ടിയുടെ ടച്ചപ്പിൻ്റെ ടൈമാണ്.
ലോകത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിധിക്കപ്പെടാതെ ദൈവത്തോടുകൂടെ ആയിരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതിൻ്റെ റിമൈൻഡറിൽ വന്ന് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. ഏറ്റവും ഇടത്തുവശത്ത് കാണുന്ന 2 ചിത്രങ്ങൾ നിമ്രോദിൻ്റെ കാര്യമാണ്. ഈ താഴെ കാണുന്ന പടം നിമ്രോദ് നായാട്ടിന് പോകുന്ന ഒരു ചിത്രമാണ്. ആരോ കലാകാരൻ വരച്ചതാ, ഫോട്ടോ എടുത്തതൊന്നുമല്ല. സാധാരണക്കാർ നായ്ക്കളെ നായാട്ടിന് വേണ്ടി കൊണ്ടുപോകും. നിമ്രോദ് ഉപയോഗിച്ചിരുന്നത് സിംഹങ്ങളെയാണ്. അവൻ അധികമായ മാന്ത്രിക ശക്തി ഉപയോഗിക്കുന്നവനായിരുന്നതുകൊണ്ട് ജീവികളെ കൺട്രോൾ ചെയ്യാൻ അവൻ്റെ മാന്ത്രിക ശക്തികൾക്ക് കഴിയുമായിരുന്നതിനാൽ അവൻ സിംഹങ്ങളെയായിരുന്നു അവൻ്റെ കൂടെ നായാട്ടിന് കൊണ്ടുപോകുന്നത്. ബൈബിളിൽ ഒറ്റ വാക്കേ അവനെക്കുറിച്ച് ചെയ്തിട്ടുള്ളൂ. അവൻ പ്രസിദ്ധനായ നായാട്ടു വീരനായിരുന്നു. അത്രയും മാത്രമേ ബൈബിൾ അവനെക്കുറിച്ച് പറയുന്നുള്ളൂ. അതാണ് നിമ്രോദ്. പ്രപഞ്ചത്തിലെ കിരീടം വെച്ച 1ാമത്തെ ചക്രവർത്തി. അവൻ്റെ കയ്യിലേക്കാണ് ദൈവം ഭരണം കൈമാറിയത്. അവൻ അനുസരണക്കേട് കാണിച്ചതിനെ തുടർന്ന് അവൻ പണിതുയർത്തിയ വലിയ ഗോപുരം നമുക്ക് പരിചയമുള്ളതാണ്. ബഥേലിൽ ഇനിയും കാണിക്കേണ്ട, ഒരു ഗ്ലിംസ് കണ്ടാൽ മാത്രം മതി. ആകാശത്ത് മുട്ടുന്ന അല്ലെങ്കിൽ മേഘങ്ങൾക്ക് മീതെ ഉയരമുള്ള 12 കിലോമീറ്ററോളം ഉയരം വരുന്ന ഒരു വലിയ ഗോപുരം. അതാ 2ാമത് കാണിച്ചത്. 3ാമത് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ വയ്ക്കുവാനുള്ളതായ ചിഹ്നങ്ങളാണ്. പൈശാചിക വ്യാപാരങ്ങളെ അവൻ്റെ മാന്ത്രിക ശക്തികളാൽ അവൻ കണ്ടെടുത്തിട്ടുള്ള, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൈശാചിക രൂപങ്ങളെ, അവയ്ക്ക് ഇഷ്ടമുള്ളതായ സ്വരൂപങ്ങളെ അതിൻ്റെ മുൻപിൽ കൊണ്ട് വെക്കുന്നതാണ് ഒടുവിലായി കണ്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവന്നതിൻ്റെ ഒരു റിമൈൻഡർ മാത്രമാണ്. അവിടെ നിന്ന് തുടർന്ന് ദൈവം പല ജാതിക്കാർക്കായി ഭൂമിയെ പകുത്തു കൊടുത്തു. അന്ന് ആദ്യമേ കൊടുക്കുന്നത് നിമ്രോദിൻ്റെ കയ്യിലേക്കാണ്. ദൈവം നിമ്രോദിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നാൽ യെരമ്യാ പ്രവചനം 27-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് ഒന്ന് നോട്ട് ചെയ്തു ഞാൻ തിരിച്ചു വരും. യെരമ്യാ പ്രവചനം 27-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ വരുമ്പോൾ ബാബേൽ രാജാവിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ രാജ്യവും രാജ്യത്തുള്ള മൃഗങ്ങളും പക്ഷികളും എല്ലാം അവനെ സേവിക്കേണ്ടതിന് ബാബേൽ രാജാവിന് കൊടുത്തിരിക്കുകയാണ്. എത്ര നാൾ ബാബേൽ രാജാവ് ഭരിക്കും? അവൻ്റെ കാലത്തും 2 അവൻ്റെ മകൻ്റെ കാലത്തും 3 അവൻ്റെ മകൻ്റെ മകൻ്റെ കാലത്തും 3 തലമുറകളിൽ ദൈവം അവന് കൊടുത്തിരിക്കുന്ന ദേശത്തിൻ്റെ കാലാവധി ആകുവോളം സേവിക്കും. നിമ്രോദിൻ്റെ കയ്യിൽ ഇത് കൊടുത്തെങ്കിൽ നിമ്രോദ് എന്ന ഒരുവനെ കൊണ്ട് ഭരണം തീർന്നില്ല. കാലഘട്ടങ്ങൾ മാറി വ്യത്യസ്ത കൈകളുടെ കയ്യിൽ പകുത്തു തരും. മനസ്സിലാകുന്നുണ്ടോ? വ്യത്യസ്ത വ്യക്തികളുടെ കയ്യിൽ പകുത്തു തരും. കാലത്തിനനുസരിച്ച വ്യത്യാസം ദൈവം തരും. വ്യത്യസ്ത വ്യക്തികൾ ഇതിനെ ഭരിക്കും. തൽക്കാലത്തേക്ക് ഞാൻ ബാബേൽ രാജാവിൻ്റെ കൈ കൊടുത്തിരിക്കുക. കണ്ട ഒടുവിലത്തെ 3 ലൈനുകൾ. അതിൻ്റെ ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെ കൊണ്ട് സേവ ചെയ്യിക്കും. തൽക്കാലം ഞാൻ ബാബേൽ രാജാവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. മോനെ, നീ ആ കാലം മുഴുവനും ഭരിക്കത്തില്ല. 3 തലമുറ നീ ഭരിക്കും. അത് കഴിഞ്ഞാൽ നിന്നേക്കാൾ വലിയ രാജാക്കന്മാർ വേറെ എഴുന്നേക്കും. നീ അവർക്ക് സേവ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാതികൾക്കായി ഞാൻ ഇതിനെ പകുത്തു കൊടുക്കും. ജാതികളുടെ കാലത്തിൻ്റെ തുടക്കം നിമ്രോദിൻ്റെ കാലത്തായിരുന്നു. നിമ്രോദ് എന്ന ഏക ചക്രവർത്തിയുടെ കയ്യിലേക്ക് ദൈവം ഇത് ഏൽപ്പിച്ചു. അവൻ ആഭിചാരം മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏക ചക്രവർത്തിയായി ആഭിചാര ശക്തിയും കൂടെ ഉപയോഗിച്ച് അവൻ ലോകത്തെ മുഴുവനും ഭരിച്ചു. അവൻ്റെ കാലശേഷം ദൈവം അതിനെ വീണ്ടും പകുത്ത് കാലഘട്ടങ്ങളിലായി അവനവൻ്റെ രാജ്യത്തിൻ്റെ അവനവൻ്റെ വാഴ്ചയുടെ കാലാവധി ദൈവം വെച്ചിരിക്കുന്നിടത്തോളം അവരെല്ലാവരും കൂടെ അതിനെ ഭരിച്ചു. ഇനിയും നൗ again it must be reorganized as one before the dismissal of nations. സാമ്രാജ്യങ്ങളെ ദൈവം ഏൽപ്പിച്ചത് നിമ്രോദിൻ്റെ കയ്യിലാണ്. നിമ്രോദിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ജാതികളുടെ കയ്യിൽ നിന്ന് തിരികെ പിടിക്കുന്നതിന് മുന്നമേ ആദ്യം ദൈവം ഇതിനെ വിഭജിച്ച് ഒത്തിരിയാക്കി. വീണ്ടും ഇതിനെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒന്നാക്കിയിട്ടാണ് ലോക ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യുന്നത്. ഒന്നുകൂടെ മനസ്സിലാക്കുക, ദൈവം പ്രാരംഭത്തിങ്കിൽ ലോകത്തിൻ്റെ ഭരണം കൈമാറുന്നത് നിമ്രോദിൻ്റെ കയ്യിലാണ്. നിമ്രോദിന് ഒരുപാട് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അവൻ ആ സിസ്റ്റംസൊക്കെ ഉപയോഗിച്ചു. അവൻ ആ സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ ഭരിച്ചു. പക്ഷെ നിമ്രോദ് മാത്രം ഭരിച്ചാൽ പോരാ, പല രാജ്യങ്ങളും ഇതിനകത്ത് വരാനുണ്ട്. എനിക്കൊരവസരം തന്നിരുന്നെങ്കിൽ ഞാൻ തെളിയിച്ചേനേമെന്ന് നാളെ ആരും ദൈവം മുമ്പിൽ വന്ന് ബോസ്റ്റ് ചെയ്യരുത്. അതിനുവേണ്ടി ഇതിനെ പല രാജ്യങ്ങളായി തിരിച്ച് 1000 ഭരണങ്ങളിലേക്ക് ദൈവം ഇതിനെ മാറ്റി. എന്നിട്ട്
ലോക ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതിനെ ഒരുമിച്ച് യുണൈറ്റ് ചെയ്യണം. വീണ്ടും ഇതിനെ ഒരുമിച്ച് യുണൈറ്റ് ചെയ്ത് ഇത് എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ നിമ്രോദിൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? The system formed for 6,000 years. നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞായിരുന്നു, ഭരണമെന്ന വൃക്ഷം വെട്ടിക്കുടഞ്ഞു കളയുക. അതിൻ്റെ ഇലകൾ പോകട്ടെ, ശാഖകൾ പോകട്ടെ, അതിൽ വന്ന് പറ്റിയ പക്ഷികൾ പോകട്ടെ, കീഴിൽ വിശ്രമിക്കുന്ന മൃഗങ്ങൾ പോകട്ടെ, പക്ഷേ അതിൻ്റെ തായ്വേര് കളയരുത്, സിസ്റ്റം കളയരുത്, സിസ്റ്റം വെച്ചേക്കണം. 6000 വർഷങ്ങൾക്ക് മുന്നമേ, ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുന്നമേ നിമ്രോദ് സെറ്റപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഒന്ന് എ ബീസ്റ്റ് ഗവൺമെൻറ്. അവൻ്റെ പടം തന്നെ കാണിക്കുന്നത് 2 സിംഹത്തോടൊപ്പം. അവൻ്റെ പടം തന്നെ കാണിക്കുന്നത് 2 സിംഹത്തോടൊപ്പമാണ്. മോനെ, ചിലരൊക്കെ വലിയ പുള്ളികളായിട്ട് കടിക്കുന്ന കടുവായുടെയും ചാടി വരുന്ന പുലിയുടെയും ഒക്കെ പടം വെച്ച് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ എൻ്റെ പൊന്നു മോനെ, നിമ്രോദിൻ്റെ ഒപ്പം നീ വരത്തില്ല. ഇതൊക്കെ ചുമ്മാ തോന്നല. നിമ്രോദ് ഇതിനെ കൊണ്ട് നടന്ന പാർട്ടിയാണ്. എ ബീസ്റ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ വെറും മൃഗത്തെ പോലെ ഭരിക്കുന്ന ഒരു മൃഗീയമായ ഭരണസമ്പ്രദായം, ഒരു മൃഗീയമായ ഭരണസമ്പ്രദായം. 2, എ ഫോൾസ് പ്രോഫറ്റ് ഓർ റിലിജിയൻ. വേശ്യ എന്നവളെ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വിളിക്കും. എ ഫോൾസ് പ്രോഫറ്റ്, ഒരു വ്യാജ പ്രവാചകൻ, കള്ളം പ്രവചിക്കുന്ന ഒരു പ്രവാചകൻ, ദുരാത്മാവിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര ശക്തി ഇതവനുണ്ടായിരുന്നു. എ ഡ്രാഗൺ ഓർ എ സൈറ്റനിക് സിസ്റ്റം. ഏലിയൻസിനെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ തൊടാം. ഏലിയൻസിനെ ഉപയോഗിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 16:13 3 ഇടങ്ങളിൽ നിന്ന്, ഡ്രാഗൻ്റെ വായിൽ നിന്നും, ബീസ്റ്റിൻ്റെ വായിൽ നിന്നും, ഫോൾസ് പ്രോഫറ്റിൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെയുള്ള അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നതായി ഞാൻ കണ്ടു. അശുദ്ധാത്മാക്കൾ ചേർന്നാണ് ഭരണം നടത്തേണ്ടത്. ഇതായിരുന്നു നിമ്രോദ് സെറ്റപ്പ് ചെയ്ത സിസ്റ്റം. ഇനിയും ഓൺ എർത്ത് എ കമ്പൈൻഡ് ഗവൺമെൻറ് ഹാസ് ടു ബി ഫോംഡ്. ഭൂമിയിൽ ഒരു കമ്പൈൻഡ് ഗവൺമെൻറ് ഭരണത്തിൽ വരെയണം. ഞാൻ നല്ല സ്പീഡിലാണ് പോകുന്നത്, ദയവായി അതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഒത്തിരി പ്രാവശ്യം എടുത്തതായതുകൊണ്ട് മിക്കവാറും പേർക്ക് മനസ്സിലാവും. ഒരു റിമൈൻഡർ, ഇത് കഴിഞ്ഞേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. കഴിഞ്ഞുപോയ രാജ്യങ്ങളെ ഒരു ബിംബമായി രാജാവിൻ്റെ മുമ്പിൽ കാണിക്കുകയും ജീവനുള്ള ജീവികളായി, വന്യമൃഗങ്ങളായി പ്രവാചകൻ്റെ മുമ്പിൽ കാണിക്കുകയും ചെയ്ത് ദൈവം ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. രാജാവിനെ കാണിച്ചപ്പോൾ പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിങ്ങനെ കളിമണ്ണ് വരെ വ്യത്യസ്ത വസ്തുക്കളുടെ ബലവും ശക്തിയും ഒക്കെ രാജാവിന് ആ ഭാഷയെ മനസ്സിലാകത്തുള്ളൂ. ആ ഭാഷയിൽ കാണിച്ചു കൊടുത്തു. പ്രവാചകനോട് പറഞ്ഞപ്പോൾ സിംഹം, കരടി, പുള്ളിപ്പുലി എന്നിങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന ദർശനങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഇവയെല്ലാം കഴിഞ്ഞുപോയ മൃഗങ്ങളുടെ ഏകീകൃത രൂപമുള്ള ഒരു മൃഗം, പഴയ ഭരണങ്ങളുടെ സ്വഭാവം ചേർത്ത ഒരു പുതുഭരണം, സഖ്യകക്ഷി ഭരണം. എന്നോട് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, there will be a combined government with all the qualities of the past governments that will make and form the Antichrist. എതിർ ക്രിസ്തു വരുമ്പോൾ പണ്ടുകാലങ്ങളിൽ ഭരിച്ചിരുന്ന സകല രാജ്യങ്ങളുടെയും സൽഗുണങ്ങൾ എന്നവ പറയുന്നത് കൂട്ടിച്ചേർക്കുവാൻ അതിലേറ്റവും പ്രധാനം റോമിനാണ്. കാര്യം റോമായിരുന്നു ഇരുമ്പ് പല്ലുള്ള ഭരണമെന്നറിയപ്പെട്ടിരുന്നത്. റോമായിരുന്നു പുള്ളിപ്പുലി പോലെ നടന്നത്. ആ ഭരണത്തെ തിരിച്ചു കൊണ്ടുവരും. മാത്രവുമല്ല, രാജഭരണത്തിൽ നിന്നും ജനായത്ത ഭരണത്തിലേക്ക് വഴുതി വീഴുവാൻ കാരണമായ ഒന്നാം ഘടകം റോമാണ്. റോമിൽ വെച്ച് ജനായുത്ത ഭരണം നടന്നിട്ടില്ല. അത് ബ്രിട്ടൻ്റെ കയ്യിൽ നിന്നാണ്, ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ജനായുത്ത ഭരണം രംഗത്ത് വന്നത്. എന്നാൽ ആശയം റോമിൽ നിന്ന് ഉദിച്ചതാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ടാണ് അന്തിമ ഗവൺമെൻറ് ഫോം ചെയ്യേണ്ടത്. ലോകരാഷ്ട്രങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിമ്രോദിൻ്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കേണ്ടതിന് ദൈവം രാജ്യങ്ങളെ തിരികെ കൊണ്ടുവരും. അതിന് പഴയ ഗവൺമെൻറ്റുകളുടെ രൂപമുണ്ടായിരിക്കും. സിംഹത്തിൻ്റെയും കരടിയുടെയും ലെപ്പേഡിൻ്റെയും രൂപമുണ്ടായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ രൂപങ്ങളുള്ള ഒരു ഗവൺമെൻറ്റിനെയാണ് കൊണ്ടുവരുന്നത്. ആ മൃഗത്തിന് 7 തലയും 10 കൊമ്പും ഉണ്ടായിരിക്കും. 7 തലകൾ ഞാൻ ഇന്ന് തൊടാൻ ആഗ്രഹിക്കുന്നില്ല. ബൈബിളിൽ ഉള്ള 4 എണ്ണം ബൈബിളിൽ കിടപ്പുണ്ട്. പൊന്ന്, വെള്ളി, താമ്രം, ബ്രാസ്,
ഇരുമ്പ്, ഈ 5 ലോഹങ്ങൾ ചേർന്ന ഭരണകൂടങ്ങളെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബ്രിട്ടൻ രംഗത്ത് വരുന്നത്. വേദപുസ്തക കാലഘട്ടങ്ങളിൽ ബ്രിട്ടൻ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് അമേരിക്ക പുറത്തു വരുന്നത്. വേദപുസ്തക കാലങ്ങളിൽ, വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാലങ്ങളിൽ അമേരിക്ക ഇല്ലായിരുന്നു. ഈ രാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്ന് 7 എണ്ണം ഉണ്ട്. ഇതും കഴിഞ്ഞ് 8ാമതൊരു ഭരണകൂടം രൂപീകരിക്കപ്പെടും. എൻ്റെ വിശ്വാസത്തിൽ അത് UNOയാണ്. അതെൻ്റെ വിശ്വാസമാണ്. ഈ മൃഗങ്ങളുടെ എല്ലാം ലക്ഷണങ്ങളുള്ളത്. അന്ന് 7 തലയും 10 കൊമ്പും ഉണ്ടായിരിക്കും. 10 കൊമ്പുകൾ എന്ത് എന്നൊരു വലിയ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. 2024 സെപ്റ്റംബറിലാണ്, ഞാൻ പറഞ്ഞു ഈ വർഷത്തിനും പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തിനും ഭയങ്കര പ്രത്യേകതകളുണ്ടായിരുന്നു. 2024 സെപ്റ്റംബറിലാണ് 10 കൊമ്പുകൾ ഒരുമിച്ച് രംഗപ്രവേശനം ചെയ്തത്. ബ്രിക് രാജ്യങ്ങൾ ആദ്യമേ 5 എണ്ണമായിരുന്നു. അതിനെ 10ആക്കി ഉയർത്തുവാൻ ഈ സെപ്റ്റംബറിൽ സ്വർഗത്തിലെ ദൈവത്തിന് തിരിഹിതമായി. വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടതിനാണ്. വെളിപ്പാട് പുസ്തകം 13:1 അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. വമ്പ് പറയുന്ന ഒരു നാവ്. ഇത് ഭയങ്കര പ്രത്യേകതയാണ്. ഇപ്പം നശിപ്പിച്ചുകളെയും ഞാൻ മിച്ചം വെച്ചേക്കത്തില്ല, കരിച്ചുകളെയും. ഇങ്ങോട്ട് അനങ്ങിയെങ്കിൽ കണ്ടേക്കാം. മറ്റവൻ അങ്ങോട്ട് വിളിച്ചു പറയും, നീ അനങ്ങിയെങ്കിൽ ഞാൻ കാണിച്ചേക്കാം. എൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ നീ കണ്ടിട്ടുണ്ടോ എന്തോ. വമ്പ് പറയുന്ന ഒരു നാവ്. എന്നും ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവമക്കളെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ദൂഷണനാമങ്ങൾ നിറഞ്ഞ സ്വഭാവമാണ് ഈ 10ൻ്റേതും അല്ല, എല്ലാത്തിൻ്റെയും തന്നെ. ഓക്കെ, അടുത്തതായി പറയുകയാണ്, ജനാധിപത്യത്തിൽ ഭരണത്തിലേക്ക്, ഡെമോക്രസിയിലേക്ക് അവർ സ്ലിപ്പ് ചെയ്യും. ദാനിയേൽ പ്രവചനം 8:24 ഹിസ് പവർ ഷാൽ ബി മൈറ്റി ബട്ട് നോട്ട് ബൈ ഹിസ് ഓൺ പവർ. ഈ ഗവൺമെൻറ്റുകൾക്ക് ശക്തിയുണ്ട്, പക്ഷേ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതല്ല. ഈ ഗവൺമെൻറ്റുകൾക്ക് ശക്തിയുണ്ട്, സ്വന്തം ബലത്താൽ അല്ലതാനും. വെളിപ്പാട് 13:2 ഡ്രാഗൺ ഗെയിം ഹിസ് പവർ, സീറ്റ്, ഗ്രേറ്റ് അതോറിറ്റി. സർപ്പം, മഹാസർപ്പം അവന് അധികാരം കൊടുത്തു. രാജ്യങ്ങൾ ഭരിക്കുന്ന സ്വന്തം അധികാരത്തിലല്ല, ഡ്രാഗൺ കൊടുക്കുന്ന അധികാരത്തിലാണ്. ആദ്യമേ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞു സ്വന്തം അധികാരത്തിലല്ല ഭരിക്കുന്നത്, വേറൊരു അധികാരത്തിലാണ്. വെളിപ്പാട് പുസ്തകം പറഞ്ഞു അവൻ്റെ സിംഹാസനം പോലും അവൻ്റെ അധികാരം പോലും സ്വന്തമല്ല, ഇതെല്ലാം ഡ്രാഗണിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിൽ നിന്ന് വരുന്നതാണ്. വെളിപ്പാട് 16:13 കാണാം. അങ്ങനെയാണെങ്കിൽ ബീസ്റ്റ് ഒരു ഭരണകൂടം, ഗവൺമെൻറ്, ലെപ്പേർഡ്, ബിയർ, ലയൺ മുതലായത് ഒരുമിച്ച് ചേരുന്ന. ദി ആൻറ്റിക്രൈസ്റ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ നേഷൻ, ദ ട്രയൂൺ നേച്ചർ, അല്ലെങ്കിൽ അന്തിക്രിസ്തുവിൻ്റെ ത്രിയേക രൂപം. ദൈവത്തിന് ഒരു ത്രിയേക രൂപമുള്ളതുപോലെ, ക്രിസ്തുവിന് ത്രിയേക രൂപമുള്ളതുപോലെ, ദൈവത്തിന് ത്രിയേക രൂപമുള്ളതുപോലെ എതിർ ക്രിസ്തുവിനും ഒരു ത്രിയേക രൂപമുണ്ട്. ഒന്നാമത്തേത്, ദ ആൻറ്റിക്രൈസ്റ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ നേഷൻസ്, റൂളർഷിപ്പ്, ടെക്നോളജി, നേച്ചർ എക്സെട്ര. അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി വരും, നമ്മൾ തൊടും. 2, ദ യൂണിയൻ ഓഫ് റിലീജിയസ് ഗ്രൂപ്പ്സ്, കൾച്ചേഴ്സ്, വർഷിപ്പ് പാറ്റേൺസ്, ലാംഗ്വേജസ് എക്സെട്ര. വ്യത്യസ്ത മതങ്ങൾ, മതവിഭാഗങ്ങൾ, ആരാധനയുടെ ശൈലികൾ. ക്രിസ്ത്യാനികൾക്ക് ആരാധനയ്ക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഹൈന്ദവർക്ക് ആരാധനയ്ക്ക് പല ശൈലികളുണ്ട്. മുസ്ലിംസിന് ആരാധനയ്ക്ക് അവരുടേതായ ശൈലികളോ, എനിക്ക് സൂക്ഷ്മം അറിഞ്ഞുകൂടാ, ശൈലികളോ ഉണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു കമ്പൈൻഡ് പാറ്റേണിൽ വരും. നമ്മൾ ഒരു പുതിയ സ്ഥലത്ത്, ഞാൻ ഇപ്പോഴേ സ്ഥലത്തിൻ്റെ പേര് മനഃപൂർവ്വം പറയാത്തതാണ്, ഒരു പുതിയ സ്ഥലത്ത് ഒരാരാധിച്ചു. അവിടുത്തെ ആദ്യത്തെ വർഷിപ്പ് സർവീസ് നടന്നത്, ആദ്യത്തെ കർത്തൃമേശ നടന്നത് മറ്റ് ജാതികളുടെ പ്രാർത്ഥനാലയത്തിൽ വെച്ചാണ്. അന്ന് ക്രിസ്ത്യാനിക്ക് അവിടെ ഒരു പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടിയില്ല. മറ്റൊരു ജാതിയുടെ പ്രാർത്ഥനാലയത്തിൽ വെച്ചാണ് നടന്നത്. ഞാൻ പറയുകയും ചെയ്തു, നമുക്കിത് സാധിക്കുമെന്ന് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ് തന്നിരിക്കുന്ന പ്രെയർ ഹോളായത്. ഇന്ന ജാതിയുടെ ഒന്നും ഇവിടെ വ്യത്യാസമില്ല, ഇന്ത്യൻ ഗവൺമെൻറ് തന്നിരിക്കുന്ന പ്രെയർ ഹോളാണ്. ഈ പ്രെയർ ഹോളിൽ വെച്ച് ഏത് ജാതിക്കുമാകാം. ഒരു കമ്പൈൻ സ്റ്റൈലുണ്ട്. ആ കമ്പൈൻ സ്റ്റൈലിൽ പോകാം. ആരുടെയും ദൈവങ്ങളെ തൊടരുത്. അവിടെ പല ദൈവങ്ങളുണ്ട്, അതൊക്കെ അവിടെ തന്നെ ഇരിക്കണം. ബാംഗ്ലൂരിൽ
ഭാരത ഇലക്ട്രോണിക്സിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ബാംഗ്ലൂർ പട്ടണത്തിൽ ഞാൻ ആദ്യമായി നടത്തിയ കൺവെൻഷൻ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെയും ഇത് തന്നെയായിരുന്നു പ്രശ്നം. അനേക ദൈവങ്ങളുടെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്നിനും തുടരുത്, നിങ്ങളും ആരാധിച്ചു, യാതൊരു കുഴപ്പവുമില്ല. കോമൺ വർഷിപ്പ് പാറ്റേൺസ് ആർ കോമൺലി പ്രാക്ടീസ്ഡ്. ഈ ദിവസങ്ങളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുക. യൂണിയൻ ഓഫ് ഓൾ റിലീജിയസ് ഗ്രൂപ്പ്സ്, കൾച്ചേഴ്സ്, വർഷിപ്പ് പാറ്റേൺ, ലാംഗ്വേജസ് എക്സെട്ര. പ്രധാനമായും നടക്കുന്ന പല ഫംഗ്ഷനുകളിലും പല ജാതികളിൽ നിന്നും മതങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഭാരതത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും വന്ന വ്യത്യസ്ത ആളുകളുടെ കൾച്ചറുകൾ ഒരുമിച്ച് ചേരും. ഇത് നിർബന്ധമായും വേണം. ജനുവരി മാസം 26-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന പരേഡിൽ നോക്കിയാൽ വ്യത്യസ്ത കൾച്ചറുകളുള്ള ആർമി യൂണിറ്റ്സ് ഒരുമിച്ചിറങ്ങുന്നത് കാണാം. അനേക തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ. സഭകളിലും ഇന്നത് കുറവല്ല, മറക്കണ്ട. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു പാറ്റേൺ ഉണ്ടാകണം. പല ലാംഗ്വേജുകൾ ഒരുമിച്ച് ചേരണം. അവയോട് ചേർന്ന് ഈവിൾ സ്പിരിറ്റ്സ്, ഫോളൻ ഏഞ്ചൽസ്, അവരും കൂടെ ചേരണം. ഞാനീ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതും കൂടെ ഒരുമിച്ച് ചേരണം. ഇത് ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ദ ട്രയൂൺ നേച്ചർ, ത്രിയേക രൂപം എതിർ ക്രിസ്തുവിനെ ലഭിക്കുന്നുള്ളൂ. സയൻസ് ഓഫ് ഹിസ് കമ്മിങ് അഗെയിൻ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലും 5-ാമത്തെ വാക്യങ്ങളിലും ചേർന്ന് വായിച്ചാൽ, വായിക്കുന്നില്ല അല്ലേ? വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങളും പിന്നെ അതിൻ്റെ 5-ാമത്തെ വാക്യവും. നമ്മൾ ഗൗരവമേറിയ ഭാഷയങ്ങളിൽ കൂടെ പോകുന്നത്. കർത്താവ് ഇതൊന്ന് പറഞ്ഞ് തീർക്കുന്നതിന് മുന്നമേ എൻ്റെ ആരോഗ്യം കുറയല്ലേ, യേശുവിൻ്റെ മടങ്ങിവരവ് നടക്കരുതേ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. എല്ലാ ഭക്തന്മാരും പ്രാർത്ഥിക്കുന്നതെങ്കിൽ വരണമെന്നാ. പക്ഷേ എൻ്റെ അകത്തൊരു ഭയങ്കര ഉറുത്തലുണ്ട്. യേശു വരുന്നതിന് മുമ്പ് ഇത് ഒരു വട്ടമെങ്കിലും നിനക്ക് ലഭിച്ച സൗകര്യങ്ങളിൽ പറഞ്ഞില്ലെങ്കിൽ. ഇന്ന് രാവിലെ ഹാർവസ്റ്റ് ടെലിവിഷനിൽ കൂടെ 55 ലക്ഷം ജനങ്ങളാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത്. ഐ റിപ്പീറ്റ്, ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ എനിക്ക് ഹാർവസ്റ്റ് ടെലിവിഷൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 55 ലക്ഷം ജനങ്ങളാണ് ഇന്ന് പകൽ ശ്രദ്ധിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മലയാളം മനസ്സിലാകുന്നതായ രാഷ്ട്രീയക്കാരും മലയാളം മനസ്സിലാക്കുന്ന നോൺ മലയാളി വിഭാഗങ്ങളും ചേർന്ന് വലിയൊരു വിഭാഗം നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു പൊസിഷനിൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചു. ഇത് ലോകത്തോട് പറയുവാൻ സ്വർഗത്തിലെ ദൈവം നിയമിച്ചതാകയാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. അങ്ങനെ ഇവരോടൊന്ന് പറയുന്നത് വരെ കർത്താവെ വരവ് താമസിപ്പിക്കണേ എന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. വായിച്ചാട്ടെ, വെളിപ്പാട് 13:1-2-5. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇത് കയറി വരുന്നത് സമുദ്രത്തിൽ നിന്നാണ്. സമുദ്രമെന്ന് പറഞ്ഞാൽ ജനസമൂഹം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സകല ഭൂമിയിൽ നിന്നും അതിനെയാണ് സമുദ്രമെന്ന് വിളിക്കുന്നത്. വായിച്ചു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും, അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. നിൽക്കട്ടെ, ഈ വരുന്ന എല്ലാ ഇനത്തിലുള്ള ഗവൺമെൻറ്റുകളും കൂടെ ജാതി മത ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് കൂടി വരുന്ന ഭരണ സമ്പ്രദായത്തിന് സ്വന്തം അധികാരം കൊണ്ടല്ല ഭരിക്കുന്നത്. അധികാരം എവിടെ നിന്ന് വരും? അതിന് മഹാസർപ്പം അതിൻ്റെ ശക്തിയും എന്തൊക്കെയാണ് കൊടുത്തത്? വായിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. മഹാസർപ്പം അതിന് എന്തൊക്കെയാ കൊടുത്തത്? പവർ, ഹിസ് സീറ്റ് ആൻഡ് അതോറിറ്റി. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മതി, ഇത് കൊടുക്കുന്നത് മഹാസർപ്പമാണ്. നമുക്ക് മഹാസർപ്പത്തെ ഒന്ന് കാണാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ ശക്തിയും അധികാരവും കൊടുത്ത ഒരു മഹാസർപ്പത്തെ കാണാം. ഈ മഹാസർപ്പത്തിൻ്റെ പ്രത്യേകത, വാക്യങ്ങൾ അവരവരുടെ സമയത്ത് വായിച്ചോണം. ഈ മഹാസർപ്പത്തിൻ്റെ പ്രത്യേകത 7 തലയും 10 കൊമ്പും തീയുടെ നിറവുമുള്ളതാണ്. ചില ഐഡൻറ്റിറ്റികൾ എടുക്കാൻ പോകുകയാണ്. ഭൂമിയിൽ ഫോം ചെയ്യുന്ന ഗവൺമെൻറ്റിന് 7 തലയും 10 കൊമ്പും ഉണ്ടായിരിക്കും. മഹാസർപ്പം മുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെടും. അതിന് തീ നിറമാണ്. താഴത്തെ മൃഗത്തിനും ചുമന്ന നിറമായിരിക്കും. മുകളിൽ വരുന്നതായ
അത് നിറങ്ങളൊക്കെ ഇന്നത്തെ ഗവൺമെൻറ്റുകളെ കുറിക്കുന്നതാണ്. വരാൻ പോകുന്നത് രക്തരൂക്ഷിത വിപ്ലവത്തിലൂടെ രൂപീകരിക്കപ്പെടുന്ന ഗവൺമെൻറ് എന്നതിനെ ഒരു രൂപത്തിൽ വിളിക്കാം. വേറൊരു രൂപത്തിൽ ഇവിടെ ലഭിക്കാൻ പോകുന്ന ചില കളറുകളാണ്. മുകളിൽ നിൽക്കുന്ന സൂത്രത്തിന് 10 തലയും 7 തലയും 10 കൊമ്പുമുണ്ട്. അതിൻ്റെ നിറം തീയുടെ നിറമാണ്, അഥവാ ചുവന്ന നിറമാണ്. അതാണ് മുകളിൽ നിന്ന് വരുന്നത്. താഴെ നിന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഈ രൂപീകരിക്കപ്പെടുന്ന എതിർ ക്രിസ്തുവാണ്. ഇതിന് ബോത്ത് ഹാവ് ദ സെയിം കളർ. 1/3 ഓഫ് ദ സ്റ്റാർസ് വിൽ ബി ഫോളിങ് ഓൺ ദ എർത്ത്. ഈ 1/3 നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് വലിച്ചെറിയുവാൻ മഹാസർപ്പത്തിന് കഴിയും. 1/3 നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യ പാഠങ്ങളിലേക്ക് തിരിയണം. ദൈവം ആകാശത്ത് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച്, നമ്മൾ ഒരു പ്രാവശ്യം കൂടെ അവിടെ തിരിച്ചു വരും, ഇന്നല്ലേ വരുന്ന ഞായറാഴ്ച ഒരു പ്രാവശ്യം കൂടെ ഇവിടെ തിരിച്ചു വന്നേ മതിയാകൂ. ദൈവം ആകാശത്ത് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അവയിൽ ദൂതന്മാരെ പാർപ്പിക്കേണ്ടതിനാണ് സൃഷ്ടിച്ചത്. കാരണം വ്യക്തമായി ബൈബിൾ പറയുന്നു, ആകാശത്തെ സൃഷ്ടിച്ചത് പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ് സൃഷ്ടിച്ചത്. ആകാശത്തിൽ നക്ഷത്രങ്ങളെ ദൈവമാക്കി വെച്ചു. ഈ നക്ഷത്രങ്ങളിൽ 1/3 ഭാഗത്തോളമാണ് തെറ്റിപ്പോയത്. സാത്താനെ അനുസരിച്ച് അല്ലെങ്കിൽ ലൂസിഫറിനെ അനുസരിച്ച് തെറ്റിപ്പോയ നക്ഷത്രങ്ങൾ, തെറ്റിപ്പോയ ദൂതന്മാരെ നക്ഷത്രങ്ങളിലുള്ളവരെ ചേർത്താണ് 1/3 നക്ഷത്രങ്ങൾ എന്നിവിടെ പറയുന്നത്. ആ 1/3 അതിൽ വസിക്കുന്ന അന്യരൂപ ശക്തികളെ ഭൂമിയിലേക്ക് അയക്കുവാൻ ഈ മഹാസർപ്പത്തിന് കഴിയും. ആ 1/3 പേർ ചേർന്ന് താഴെ നിൽക്കുന്ന മൃഗത്തെ ഭരിച്ച് നടത്തുവാൻ തുടങ്ങും. ഇനി ഞാൻ ഒത്തിരി പ്രാവശ്യം എടുത്തതാണ്. സെപ്റ്റംബർ മാസം 2015 സെപ്റ്റംബർ മാസത്തിൽ ബ്ലഡ് മൂൺ കത്തി നിൽക്കുന്ന സമയത്താണ് യുഎൻഒയുടെ പ്രധാന തീരുമാനങ്ങൾ ഉണ്ടായത്. 2015 ഇന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല. അതിനകത്ത് 10 തലയും 7 തലയും 10 കൊമ്പുമുള്ള ഒരു ഘോര മൃഗത്തിൻ്റെ രൂപീകരണം നടന്നു. എന്ന് പറഞ്ഞാൽ അജണ്ട 2013 പ്രകാരം ദൈവത്തിനൊരു പാരന്തറ്റിക്കൽ പീരീഡ് ഉണ്ട്. 2 നിയമങ്ങൾ, 2 പോളിസികൾ അന്നവർ പാസ്സാക്കി. ഒന്ന് അജണ്ട 2020, 2020 ആകുമ്പോഴേക്കും യേശുവിൻ്റെ മടങ്ങിവരവ് നടക്കത്തക്കവണ്ണം ഇവിടെ ഒരു എതിർ ക്രിസ്തുവിൻ്റെ രൂപീകരണം നടക്കണം. അഥവാ കഴിഞ്ഞു പോയാൽ, മോശ പറഞ്ഞത് മറക്കരുത്, 70 വർഷം, ഏറെയായാൽ 80, അഥവാ താമസിച്ചു പോയാൽ അജണ്ട 2030. അജണ്ട 2020 കാര്യങ്ങൾ നടക്കണം. അഥവാ താമസിച്ചു പോയാൽ അജണ്ട 2030, 2030 കാര്യങ്ങൾ നടക്കണം. ആ നിയമം അവർ പാസ്സാക്കി. അതിന് വലിയ കഴിവുകളൊക്കെ അതിന് ലഭിച്ചു. ഓക്കെ, ഇംഗ്ലീഷിലും കൂടെ അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വലിയ കഴിവുകൾ ലഭിച്ചു. അജണ്ട 2020യും 2030യും 2 പോളിസികളാണ് യുഎൻഒ ഔദ്യോഗികമായി വെളിയിലോട്ട് വെച്ചത്. മഹാസമുദ്രത്തിൽ നിന്ന്, മുഴുഭൂമിയിൽ നിന്നും ഉയർന്നു വരുന്നതായ ഈ രൂപങ്ങൾ പൈശാചികമായ നിയന്ത്രണത്തോടെയും നടത്തിപ്പോടെയും പോകേണ്ടത്. ഞാൻ അവിടെ വരെ എത്താൻ ശ്രമിക്കുന്നു, കൊണ്ടുവരികയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് ഇവിടെ ഒരു മൃഗത്തിൻ്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണാം. ഈ മുകളിലിരിക്കുന്ന സ്ത്രീയെ കള്ളപ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. ഈ മൃഗത്തെ ഭരിക്കുന്നത് കള്ളപ്രവാചകനാണ്. അതോട് ചേർന്ന് പൈശാചികമായ ആത്മാവും അവൻ്റെ മേലുണ്ടായിരിക്കും. ട്രയൂൺ നേച്ചർ ഫോം ചെയ്തത് ദൈവത്തിൻ്റെ വൻ ട്രിഗറിങ്ങുകളിൽ ഒന്നാണ്. അതോട് ചേർന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടു എലോൺ മസ്കും യുദ്ധത്തിൽ പങ്കാളിയാകുകയാണ്. എലോൺ മസ്കും പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എലോൺ മസ്ക് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ഒരു രാജ്യത്തെ പോലെ അല്ല, അമേരിക്ക കണ്ടുപിടിക്കുന്നത് പറയുന്ന പോലെ അല്ല, റഷ്യ കണ്ടുപിടിക്കുന്നത് പറയുന്ന പോലെ അല്ല. ഈ സംതിങ് ഡിഫറെൻറ്റ്. അതുപോലെ കഴിവും പണവും സാഹചര്യങ്ങളും എല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു ഒറ്റപ്പെട്ട മനുഷ്യൻ. അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒന്ന് നടപ്പാക്കണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഭയങ്കര ശക്തിശാലിയാണെങ്കിലും അവിടുത്തെ ഗവൺമെൻറ്റും കോൺഗ്രസും അനുവദിക്കാതെ ഒന്നും പറ്റത്തില്ല. എലോൺ മസ്കിന് ഒരു കോൺഗ്രസുമില്ല, ഒരു ഗവൺമെൻറ്റുമില്ല. അദ്ദേഹം വിധിച്ചത് വിധിയാണ്. എനിക്ക് തോന്നുന്ന ഈ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അദ്ദേഹം മുൻപിൽ വരികയാണ് ചിലത് ചെയ്യുവാൻ. അദ്ദേഹം പറയുന്നത്, ഞാൻ സഹായിക്കാം, ഇസ്രായേലിനെ നശിപ്പിച്ച് കളയുന്ന ആയുധങ്ങൾ ഞാൻ ഉണ്ടാക്കിത്തരാം. ഇതും കൂടെ വന്നതോടെ സകലതും കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏറെക്കുറെ ഇവിടം സൂചിപ്പിച്ചെടുത്തതാണ്. ഇന്ന് വൺ റിലീജിയനിലേക്ക് മാറാൻ പോകുകയാണ്. എതിർ ക്രിസ്തു രാജ്യഭാരം ഏൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ റിലീജിയനിൽ എത്തിയേ മതി. അവിടെ ഞാൻ പടങ്ങളൊന്നും അധികം നേരം കാണിക്കത്തില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുള്ള വിഷയങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് ആധികാരികമല്ല. കിട്ടിയ പടങ്ങൾ ഞാൻ അതുപോലെ കാണിക്കുകയാണ്. പക്ഷെ ഞാനിത് വിശ്വസിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഞാൻ കാണിക്കുക, ദ ഫോൾ പ്രോഫറ്റ് ഈസ് ഫോംഡ്, ദ മേക്ക് ദ ഹോൾ പ്ലാറ്റ്ഫോം റെഡി ഫോർ ദ ആൻറ്റി ക്രൈസ്റ്റ്. എന്തൊക്കെയാണത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ഇംഗ്ലീഷും മലയാളവും ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഒരു ഏക ലോക ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടതിന്, മതം ഉണ്ടാക്കേണ്ടതിന്, ഐ റിപ്പീറ്റ്, ഒരു പ്രാവശ്യം തെറ്റിപ്പോയി, ഏക ലോക മതം ഉണ്ടാക്കേണ്ടതിന് ദൈവത്തിൻ്റെ സഭയാകുന്ന മതത്തെ ബലഹീനപ്പെടുത്തിയേ മതിയാകൂ. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുണ്ടല്ലോ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. പക്ഷെ ഉപ്പിന് കാരമില്ലാതെ പോയാൽ, ദൈവസഭ അതിൻ്റെ ശക്തി ത്യജിച്ചാൽ, ഭക്തിയുടെ വേഷം ധരിച്ചതിൻ്റെ ശക്തി ത്യജിച്ചാൽ, യേശുവിൻ്റെ കാലത്ത് അത്ഭുതങ്ങൾ നടന്നു, അപ്പോസ്തലന്മാരുടെ കാലത്ത് വീര്യപ്രവർത്തികൾ നടന്നു. ഇന്ന് അതെല്ലാം പോയി, എന്നെപ്പോലെ ഒന്നിനും കൊള്ളുകയില്ലാത്തവരുടെ കാലമാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് സഭ വന്നാൽ, ഉപ്പ് കാരമില്ലാതെ പോയാൽ സഭ തോറ്റു. സഭ തോറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവന് ടേക്ക് ഓവർ ചെയ്യാം. അതുകൊണ്ട് 5:13 മത്തായി പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്തും. പിന്നെ അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ഇതിനകത്തിരിക്കുന്ന യങ്സ്റ്റേഴ്സ്, നിങ്ങളെ ചവിട്ടിക്കളയുവാൻ, നമ്മളെ ചവിട്ടിക്കളയുവാൻ, ദൈവസഭയെ ചവിട്ടിക്കളയുവാൻ പിശാച് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മബലം ഇല്ലാതെയാക്കിയ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരല്പം റൊമാൻസും ഒത്തിരി അഹങ്കാരവും ഞാൻ എന്ന ബോധവും കുറച്ച് ടെക്നോളജിയുടെ ബലവും എല്ലാം കൂടെ നിങ്ങളിൽ കയറിക്കൂടിയ, ഞാൻ പ്രത്യേകിച്ചും യുവാക്കളെയാണ് പ്രധാനമായും ഈ ഒരു വാക്കിൻ്റെ മുമ്പിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരുമിച്ച് കൂടിയാൽ ദൈവശക്തി എന്ന നിങ്ങളിൽ വ്യാപരിക്കേണ്ട ദൈവകൃപ അങ്ങ് മാറിപ്പോയാൽ കാരമില്ലാത്ത ഉപ്പായി മാറും. കാരമില്ലാത്ത ഉപ്പായി മാറും. പിന്നെ ചവിട്ടാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. AI എൻഡേഴ്സ് എവരിവെയർ, ഞാൻ പണ്ടൊരിക്കൽ തൊട്ടതാണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലായിടത്തും കയറുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പാസ്റ്റേഴ്സ് അവരുടെ ആവശ്യത്തിനുള്ളത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് പ്രസംഗം ഫോം ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞായിരുന്നു, ഒരു ദിവസം മിനിമം 4 പ്രാവശ്യം, ചില ദിവസം 5 പ്രാവശ്യം, ചില ദിവസം 6 പ്രാവശ്യം എനിക്ക് AI ഇൻവിറ്റേഷൻ വരാറുണ്ട്. ഞാനും പ്രസംഗങ്ങൾ പറയുന്ന കൂട്ടത്തിലൊന്നാണ്. ലോകവ്യാപകമായി ആളുകൾ ശ്രദ്ധിക്കുന്നതാ. AI ഹെൽപ്പ് കിട്ടും, വളരെ തുച്ഛമായ എമൗണ്ട് തന്നാൽ മതി, നിനക്കതിൻ്റെ ഹയർ വേർഷൻസ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുപോലും വായിച്ചിട്ടില്ല. ദൈവമേ, ഉള്ളതൊന്ന് പറഞ്ഞു പിടിപ്പിക്കാൻ കൃപ തന്നാൽ മതി, പുതിയ AI എനിക്ക് വേണ്ട. പക്ഷേ ഇന്നത്തെ കമ്പ്യൂട്ടേഴ്സിൽ ഞാൻ പറഞ്ഞ ഇത് എനിക്ക് കിട്ടുന്ന കാര്യമാണ്. പാസ്റ്റേഴ്സ് ഓൾറെഡി ഇതിൻ്റെ ഹെൽപ്പ് എടുത്തു തുടങ്ങി. അതിൻ്റെ ഹെൽപ്പ് എടുത്താൽ ശരിയാകില്ല എന്ന് എനിക്കും നന്നായി മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം. ജർമ്മനിയിൽ കമ്പ്യൂട്ടറുകൾ ആളുകളെ അഡ്വൈസ് ചെയ്തു തുടങ്ങി, കൗൺസിൽ ചെയ്തു തുടങ്ങി. പ്രീസ്റ്റ് റോബർട്ട് സ്റ്റാർട്ടഡ് കൗൺസിലിംഗ് ഇൻ ജർമ്മനി. ആർക്കെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിൽ കമ്പ്യൂട്ടറുകൾ കൗൺസിൽ ചെയ്യുന്ന കാലമായി. അതൊരിക്കലും ദൈവത്തെക്കുറിച്ച് പറയാൻ പോകുന്നില്ല, വീണുപോയ ദൂതനെക്കുറിച്ചേ പറയത്തുള്ളൂ. ഇതൊക്കെ പഴയ കമ്പ്യൂട്ടറാണ്. തേണ്ട വരുന്നു പുതിയത്. ഇന്ന് പല കാൽക്കുലേഷൻസും ചെയ്യുവാൻ ഇന്നുള്ള കമ്പ്യൂട്ടറിന് 40 വർഷങ്ങൾ വരെ വേണ്ടി വരുന്ന കേസുണ്ട്. മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയാം. ബാഹ്യാകാശത്തൂടെ സഞ്ചരിക്കുന്ന 2 ഗ്രഹങ്ങൾ, അതിൽ ഒരു ഗ്രഹത്തിൽ നിന്നും ഒരു വസ്തു വിക്ഷേപിച്ചാൽ അടുത്ത ഗ്രഹത്തിൽ അത് എത്തണമെങ്കിൽ അതിൻ്റെ കറക്കത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ, എവിടുന്ന് ഏത് സ്പീഡിൽ, എന്നെ വെയിറ്റ് കൊണ്ട് വിക്ഷേപിച്ചാൽ മറ്റേത് കറങ്ങി വരുന്നിടത്ത് അതേ ചെന്ന് മുട്ടുമെന്നൊക്കെ കണക്ക് കൂട്ടണമെങ്കിൽ അതൊക്കെ ഇന്നത്തെ കണക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി ഹാർഡ് മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നപ്പോൾ അവിടെ സയൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത്, കുട്ടികൾക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം കൊടുത്ത ഒരു ടെസ്റ്റ്, ബാഹ്യാകാശത്തേക്ക് പോകുന്ന ഒരു പേടകത്തിൽ നിന്ന് ഒരുത്തൻ എങ്ങനെയോ പുറത്തായിപ്പോയി. അവനാകെ രക്ഷപ്പെടാൻ ഒരു മാർഗമുള്ളത്, ആ പേടകത്തിലേക്ക് തിരിച്ചു വരുവാൻ ഒരു മാർഗമുള്ളത്, അവൻ്റെ തോളത്ത് തൂക്കിയിരിക്കുന്ന ഒരു ഓക്സിജൻ സിലിണ്ടറാണ്. ഈ ഓക്സിജൻ സിലിണ്ടർ എന്ത് സ്പീഡിൽ അല്ലെങ്കിൽ എത്ര ആയത്തിൽ ഏത് ഡിറക്ഷനിൽ എറിയാമെങ്കിൽ ഈ എയറിൻ്റെ റിയാക്ഷൻ കൊണ്ട്, ആ ശക്തി കൊണ്ട് എവൻ തിരിച്ച് പേടകത്തിൽ ചെല്ലുമെന്ന് കണക്ക് കൂട്ടാനാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് 1 കൊല്ലം കൊണ്ടൊന്നും തീരുന്നതല്ല.
നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് 47 വർഷം കൊണ്ട് തീരുന്ന കണക്കുകൾ വരെ, അതാണ് എൻ്റെ ഇൻഫർമേഷൻ, 47 വർഷം കൊണ്ട് കണക്ക് കൂട്ടി തീർക്കാവുന്ന വിഷയങ്ങൾ വരെ ഈ വരുന്നതായ ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ 1.25 ദിവസം കൊണ്ട് കണക്ക് കൂട്ടി തരും. ഇന്നത്തെ കമ്പ്യൂട്ടർ 47 വർഷം കൊണ്ട് കണക്ക് കൂട്ടുന്നത് മുഴുവനും കൂടെ കണക്ക് കൂട്ടി എടുക്കുവാൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് 1.25 ദിവസം മതി. അത് രംഗത്തോട്ട് വരികയാണ്. അതിൻ്റെ ജനീതാക്കളൊക്കെ മുൻപിലുണ്ട്. ഇനിയും ആ കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പോകുകയാണ്? AI claims to make new Bibles with minimum changes which can be accepted to everyone. We will have more Bible clubs than churches. എല്ലാവർക്കും അംഗീകൃതമായ രൂപത്തിൽ ബൈബിളിനെ തിരുത്തി എഴുതുവാൻ. ഇവിടെ ചൊവ്വ നേരെ മനസ്സിലാകുന്നത് പോലെ എഴുതി വെച്ച ബൈബിളാണ് ഫോളോ ചെയ്യുന്നത്. എന്നിട്ടും പലതും ചർച്ചല്ല, ക്ലബ്ബാണ്. വേണ്ട ജീവിത വിശുദ്ധി പാലിക്കുന്നില്ല, വേണ്ട ജീവിത ക്രമീകരണങ്ങൾ പാലിക്കുന്നില്ല. പലതും ക്ലബ്ബുകളായി മാറുമ്പോൾ ക്ലബ്ബുകൾക്ക് അനുയോജ്യമായ രൂപത്തിൽ, ഞാൻ ഈ ക്ലബ്ബെന്ന് പറഞ്ഞ വാചകം മനസ്സിലായി കാണുകയില്ല, ദൈവവചനത്തിൻ്റെ വേർപാടും വിശുദ്ധിയും ലംഘിക്കുന്ന സകലതും പിന്നത്തേതിൽ ചർച്ചല്ല, ക്ലബ്ബുകളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പിള്ളേരെ നിർബന്ധമായും ചർച്ചിൽ കൊണ്ടുവരണമെന്നൊക്കെ ഞാനിവിടെ നിർബന്ധമായി പറയുന്നത്. കഴിയുന്നിടത്തോളം ആളുകൾ ദൈവസഭയിൽ ആരാധനയ്ക്ക് വരണം എന്ന് ഞാൻ നിർബന്ധമായും പറയുന്നത്. അതുകൊണ്ടാരും അനുസരിച്ചെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ ക്ലബ്ബുകൾക്ക് യോഗ്യമായ രൂപത്തിൽ ഇന്നത്തെ ബൈബിളിനെ തിരുത്തുവാൻ AI രംഗത്ത് വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് വരികയാണ്. കാര്യം ഭൂഗോള വ്യാപകമായി എല്ലാ മതത്തിനും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയാത്ത ചിലതെല്ലാം ബൈബിളിലുണ്ട്. അതൊന്ന് എടുക്കേണ്ടതിന് AI രംഗത്ത് വരികയാണ്. ഇന്ന് ബൈബിൾ സ്റ്റഡി എല്ലാം മാറാൻ പോകുകയാണ്. ഗലാത്യലേഖനം 1:8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇതും വായിച്ചേ പറ്റത്തുള്ളൂ. ഗലാത്യലേഖനം 1-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ എനിക്ക് 5-6 മിനിറ്റൂടെ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദയവായ വാക്യം കംപ്ലീറ്റ് വായിച്ചാട്ടെ, 8 മുതൽ 12 വരെ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഞങ്ങൾ അറിയിച്ചു എന്നുണ്ട്. അതിന് വിപരീതമായി ആരെങ്കിലും അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നിൽക്കട്ടെ, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി. 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ അറിയിച്ച സുവിശേഷത്തിനകത്ത് ഒരുപാട് പ്രായോഗികതകൾ ഉണ്ടായിരുന്നു, പ്രാക്ടിക്കൽ സൈഡ് ഉണ്ടായിരുന്നു. ഇന്നേക്ക് 100 വർഷത്തിന് പുറകിൽ, ഇന്നേക്ക് 100 വർഷം നേരം കൂടുതലാണ്, ഏതാണ്ട് 75-80 കറക്റ്റ്, ഞാൻ 100 എന്നാക്കുക. 100 വർഷത്തിൻ്റെ പുറകിൽ സ്ത്രീകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വരുമ്പോൾ തല മൂടിയിരുന്നു. നിങ്ങൾ അംഗീകരിച്ച സുവിശേഷം അതാ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അംഗീകരിച്ച സുവിശേഷത്തിന് വിപരീതമായി അന്ന് പാസ്റ്റർമാർ സ്ത്രീകളിൽ ഇല്ലായിരുന്നു. സ്ത്രീകളിൽ ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു, പക്ഷെ പാസ്റ്ററൽ മിനിസ്ട്രിക്ക് സ്ത്രീകളെ ആക്കിയിരുന്നില്ല. നിങ്ങൾ അംഗീകരിച്ച സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ നിർഭാഗ്യവശാൽ അവൻ ശപിക്കപ്പെട്ടവൻ. താവട്ട് വായിച്ചു. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് ദൈവത്തെയാണോ മനുഷ്യനെയാണോ? പൗലോസിന്റെ ചോദ്യം വായിച്ചു. അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. ഞാൻ ഇന്നും മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. ഈ ഗൗരവമേറിയ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്. ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷം അത് ഒന്ന് മാറ്റേണ്ടതിന് വേണ്ടി AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് വരികയാണ്. ബൈബിളിനോടുള്ള അറ്റാക്സ് ഞാൻ 1-2 തൊടും. ഇതിനു വേണ്ടി രംഗത്ത് വരികയാണ്. താവട്ട് വായിച്ചു. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയോട് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ സുവിശേഷം മാനുഷികം അല്ല, ഞാൻ രൂപീകരിച്ചതല്ല. പകരം വായിച്ചു. അതു ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല,
യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഓ ഗോഡ്, ഒന്ന് നിൽക്കണേ. പുതിയ നിയമം പൗലോസ് എഴുതുമ്പോൾ പൗലോസിനോട് പറഞ്ഞു, മോനെ, നീ ഭൂമിയിലിരുന്ന് മാത്രം ഇത് എഴുതിയാൽ കംപ്ലീറ്റ് ആകത്തില്ല. നിനക്ക് ആവശ്യം പോലെ വിദ്യാഭ്യാസമുണ്ട്. കണ്ടാൽ നിനക്ക് മനസ്സിലാകും. വാ, മൂന്നാം സ്വർഗത്തിലോട്ട് വാ, മൂന്നാം സ്വർഗത്തിലോട്ട് വാ. സ്വർഗീയ ആരാധന എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. സാറാഫുകൾ 6 ചിറകുള്ളവർ, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് അവരുടെ സൗന്ദര്യം മറ്റാരെയും കാണിക്കാതെ ദൈവം മുമ്പിൽ അത് കാഴ്ചവെച്ചുകൊണ്ട് ഭയഭക്തിയോടെ ആരാധിക്കുന്നത് നീ കണ്ടോ? നീ കണ്ടത് പഠിക്ക്. നീ മനുഷ്യരോട് പ്രാപിക്കരുത്, മനുഷ്യനോട് കേൾക്കരുത്. ഇതെൻ്റെ സഭയ്ക്ക് കൊണ്ട് കൊടുക്കണം. ഞങ്ങൾ കൽപ്പിച്ച ഉപദേശം, നിങ്ങൾ പ്രാപിച്ച ഉപദേശം ഇത് വിട്ട് വേറൊരുത്തൻ വന്ന് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. മുന്നോട്ട് വരാം. ബൈബിളിനോട് നടന്ന ആദ്യത്തെ അറ്റാക്ക്, ക്യൂൻ ജെയിംസ് ബൈബിൾ എന്ന പേരിൽ ഒരു ബൈബിൾ പ്രസിദ്ധപ്പെടുത്തി. ഇതിനെ ഗേ ബൈബിൾ എന്നാണ് വിളിക്കുന്നത്. പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് പഠിപ്പിച്ച ബൈബിളാണിത്. നിസ്സാര ചേഞ്ചേ ഉള്ളൂ, നിസ്സാര ചേഞ്ച് മതിയല്ലോ. പക്ഷെ ഇതിൻ്റെ പുറകെ പോയവൻ സ്വർഗത്തിന് രാജ്യത്തിന് അന്യനായി. ഗേ ബൈബിൾ ചുരുക്കം വാക്യങ്ങൾ മാത്രമേ തിരുത്തിയിട്ടുള്ളൂ. കാതലിക് കമ്മ്യൂണിറ്റി ബൈബിളിനെ ഞാൻ തൊടുന്നില്ല, കാര്യം അത് ആധികാരികമായി പലരും അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിടുകയാണ്. മഹാത്മാഗാന്ധിയുടെ പഠിപ്പിക്കലുകളും ഭഗവത്ഗീതയുടെ ഭാഗങ്ങളും ചേർത്ത് മദർ മേരി സാരി ഉടുത്തോണ്ട് നിൽക്കുന്ന, യേശുക്രിസ്തു ടർബൻ കെട്ടി നിൽക്കുന്ന രൂപങ്ങൾ വരച്ച ബൈബിളുകൾ പ്രസിദ്ധീകരിച്ചു. അതിനെ കാതലിക് കമ്മ്യൂണിറ്റി ബൈബിൾ എന്ന് വിളിക്കാൻ കാര്യം ആർക്കും എതിര് വേണ്ടപ്പാ, ആർക്കും എതിര് വേണ്ട. ബൈബിളിനോട് ദർ ഇസ് എ ഹെവി അറ്റാക്ക്. അത് അടുത്ത സൈഡിലേക്ക് പോകുകയാണ്. These are some cuttings they have, maybe or may not be true. I am not too sure about it. I am not responsible. ശരിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു, എങ്കിലും എനിക്ക് ഔദ്യോഗികമായി തെളിയിക്കാൻ വയ്യാത്ത ചില കട്ടിങ്ങുകൾ ഞാൻ താവോട്ടിടുകയാണ്. ലുക്കിംഗ് ഫോർ എ വൺ വേർഡ് റിലിജിയൻ ആർ സീൻ ഫ്രം ഇന്റർ റിലീജിയസ് മീറ്റിംഗ്സ്. ഭൂമിയിൽ സംഘടിപ്പിക്കപ്പെട്ട ചില ഇന്റർ റിലീജിയസ് മീറ്റിംഗ്സിൽ നിന്ന് പുറത്തെടുത്ത ചില രൂപങ്ങളാണ് ഈ കാണുന്നത്. അതിനകത്ത് വലത്തുവശത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് കണ്ടു. 1-2 മതത്തിൻ്റെ ഭാഗങ്ങളല്ല, പല മതത്തിലുള്ളവർ. ഞാൻ കട്ടിയുള്ള ചിലത് ഫ്ലാഷ് ചെയ്ത് വിടാൻ പോകുന്നുണ്ട്. ഇതുപോലെ മതസൗഹാർദ്ദം നിലനിർത്തേണ്ടതിന് വേണ്ടി പല പുള്ളികൾ ഒരുമിച്ച് ചേർന്ന് ഒപ്പുവെക്കുന്ന രേഖകൾ ഇന്ന് രംഗത്ത് വന്ന് കഴിഞ്ഞു. മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ആരാധനയുടെ ശൈലി മാറുകയാണ്. ബഥേലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തകരുന്ന ലോകത്തിൽ ഏതെങ്കിലും ദൈവത്തെ എവിടെയെങ്കിലും ആരാധിച്ചാൽ മതി. കാര്യം മുകളിൽ നിന്ന് വ്യാപരിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. അത് മനുഷ്യനെ മതസൗഹാർദ്ദം എന്ന പേരിൽ കൊണ്ടച്ചാടിക്കുന്ന വഴികളാണ് ഞാൻ തൊടുന്നത്. ഇതെല്ലാം കൂടെ ലീഗലൈസ് ചെയ്യുന്ന ഒരു ബൈബിൾ ഉണ്ടാക്കിത്തരാമെന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത്. അജണ്ട 2030 നടപ്പാകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റായേ മതിയാകുള്ളൂ. യു ആർ ഓൺ ദ ലാസ്റ്റ് ഡേയ്സ്. നമ്മളെ ടൈമിൻ്റെ എഡ്ജിലാണ്, ഇത് മറക്കരുത്. അന്ന് ഒരു വലിയ രാജാവ് എഴുന്നേറ്റ് വരും. റൈസിങ് എ വേൾഡ് ലീഡർ, ഒരു വേൾഡ് ലീഡർ രംഗത്ത് വരും. അവൻ ഒരാഴ്ചത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. യുദ്ധങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റുമെന്ന വാഗ്ദത്വത്തോടു കൂടെ ഒരു ലോകരാജാവ് എഴുന്നേൽക്കും. അത് UN അല്ല, അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട്, ഒരു പൊതു ഒബ്സർവർ എന്നതുകൊണ്ട് ഞാനായിട്ട് പറഞ്ഞതാണ് ആ അന്തിമ ഗവൺമെൻറ് UN ആയിരിക്കുമെന്ന്. 2 ആഴ്ചയ്ക്ക് മുമ്പേ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, UN ഇലക്ഷൻ ഇതിനകത്ത് ഗൗരവമായൊരു സ്ഥാനമുണ്ട്. ട്രംപാണ് ഇപ്രാവശ്യം UN ഇലക്ഷനിൽ വന്നിരിക്കുന്നത്. എന്ന് തിരിയുമെന്നറിഞ്ഞുകൂടാ. ഏതായാലും കുറച്ച് നാളത്തേക്കൂടെ ഒരു സമാധാനം ലോകത്തിന് കൊടുക്കുവാൻ ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകും. ആ പീരീഡ് ഒരു അടുത്തൊരു പരന്തിറ്റിക്കൽ പീരീഡ്, 4 വർഷമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഉണ്ടെങ്കിൽ. എല്ലാം ഒരുപോലെ പോയാൽ മറക്കണ്ട, ഓരോ പരന്തിറ്റിക്കൽ പീരീഡ് ദൈവം അനുവദിച്ചുകൊണ്ട് അവിടെയും ഇവിടെയും ചിലരൂടെ നന്നാകാൻ. ഇന്ന് പകൽ എൻ്റെ മെസ്സേജ് കേൾക്കുന്ന 55 ലക്ഷത്തിലധികം ആളുകളോട് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് കൃപയിൽ വന്ന് തീരുമാനമെടുത്ത് നിങ്ങൾക്കൊന്ന് ജീവിച്ച് തെളിയിക്കാൻ ദൈവം ഒരു ചെറിയ അവസരം കൂടെ തരികയാണെന്ന് കണ്ടുകൊണ്ട് ഒരവസരം ജീവിച്ച് തെളിയിക്കുവാനായി എടുക്കുക.
UN ഉണ്ട് 7 years. ഒടുവിലത്തെ 7 വർഷത്തിലേക്ക് അവർ വന്നിരിക്കുകയാണ്. പീരീഡ് ഓഫ് ആക്സിലറേഷൻ, ആക്സിലറേറ്റഡ് ട്രാൻസ്ഫർമേറ്റീവ് ആക്ഷൻസ് ആർ നീഡഡ് എന്ന് പറഞ്ഞ് അവർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദയവായി ഇത് ഓർക്കുക. നിയമം ചെയ്യുന്ന, കഠിനമാക്കുന്ന ഏകലോക ഭരണാധികാരിയെ ബൈബിൾ ദാനിയേൽ പ്രവചനം 9:27 കാണിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. ഒടുവിലത്തെ ഒരു 7 വർഷം, അതിലെ 3.5 വർഷം അതികഠിനമാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. ഇനി ലോകത്തിലൊരു യുദ്ധമുണ്ടാകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭരണാധികാരി ടേക്ക് ഓവർ ചെയ്യും. ഭയങ്കര ബലമായിരിക്കും അവന്. അവൻ്റെ മേൽ പകരപ്പെടുന്ന ഒരു പൈശാചികമായ ശക്തിയുണ്ട്, അതിഗംഭീരമായ ഒരു ശക്തിയുണ്ട്. ഏലിയൻസൊക്കെ അതിനകത്ത് ഭയങ്കര ആക്റ്റീവാണ്. കഴിഞ്ഞ ദിവസം ബ്ലസ്സൻ എന്നെ വിളിച്ചിരുന്നു. അപ്പച്ചൻ എടുത്തുകൊണ്ടിരുന്ന വിഷയങ്ങളുടെ മേൽ ഒരുപാട് പുതിയ ലൈറ്റുണ്ട്, ഒരുപാട് പുതിയ പ്രകാശമുണ്ട്. തെക്കേ അമേരിക്കയുടെ ഒരു ഗ്രാമത്തിൽ ഏലിയൻസ് കൂട്ടമായി ഇറങ്ങി. ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർ കണ്ടേച്ചായി പറയുന്നേ, നാറിയിട്ട ഗ്രാമത്തിൽ കയറത്തില്ല. ഈ ചർച്ചിനകത്തു നിന്ന് ചില അശുദ്ധ ശക്തികളെ ഇറക്കി വിടുമ്പോൾ നാറ്റമടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അശുദ്ധ ശക്തികളിൽ പലതിനും ദുർഗന്ധമുള്ളതാണ്. ഈ ടൈപ്പുകളാണ് ഇറങ്ങിയത്. ഗ്രാമത്തിൽ ഒരാഴ്ചത്തേക്ക് നാറ്റമായിരുന്നു, അത് സഹിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇന്നലെ രാവിലെ ആയിരുന്നു അവൻ എന്നോട് വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ രാവിലെ എൻ്റെ ഫ്ലൈറ്റ് ലേറ്റായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ എനിക്ക് നിവൃത്തിയില്ല, മേ ബി നെക്സ്റ്റ് വീക്ക് അല്ല ഈ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒരു ദിവസം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട് വിവരങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. വിവരമുള്ളവർ, മനുഷ്യൻ, കൊച്ചു പിള്ളേർ മതി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ ഗൗരവമാക്കി ആക്കുന്ന ഒരു ഭരണാധികാരി വരും. അതോടുകൂടെ നിമ്രോദിൻ്റെ കാലത്ത് ഇല്ലാതിരുന്ന ആ ബിംബങ്ങളും ആ ഗവൺമെൻറ്റുകളും കൂടെ രംഗത്ത് വരും. എവ്രിതിങ് ഈസ് ഫുൾഫിൽഡ്. അങ്ങനെ വന്നാൽ ഇനിയും അൺക്ലീൻ സ്പിരിറ്റ്സ് ഇറങ്ങിയാൽ മതി. ഇന്ന് നമുക്ക് അൺക്ലീൻ സ്പിരിറ്റ്സിനെ തൊടാൻ പറ്റത്തില്ല, സമയമായി പോയതുകൊണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എടുത്തു നോക്കുമ്പോൾ പോൾ ഹെയ്ലറിൻ്റെ പബ്ലിസിറ്റിയുടെ അടിയിൽ തേണ്ട നിങ്ങൾക്കൊരു ഒരു ബ്ലൂ കളറിലുള്ള 2 ലൈൻ കാണാം. വെബ്സൈറ്റിൻ്റെ ഐഡികളാണ്. ഇത് യൂട്യൂബിലുണ്ടാകും. ആവശ്യമുള്ളവർ അവിടെ പോയി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, വിവരമിറങ്ങിപ്പോരും. ഞാനായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. കാലം മാറി. ഏലിയൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ. ഇത് കാനഡയുടെ എക്സ് ഡിഫൻസ് മിനിസ്റ്റർ പോൾ ഹെയ്ലർ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച എടുത്തോളാം. അദ്ദേഹം UK ഡെയിലി മെയിലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ ഒടുവിൽ കാണുന്ന ആ വെബ്സൈറ്റ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഗൗരവമാണ്. ഞാനിവിടെ കൊണ്ട് നിർത്തട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കർത്താവിനെ സേവിക്കുവാൻ നമുക്കൊന്ന് തയ്യാറാകാം. കർത്താവെ സകലതും വെറുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഓടുവാൻ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളതിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് എടുക്കാം. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഇവിടെ മുതൽ തുടങ്ങുന്നത്. ഞാൻ അധികം റിവിഷന് പോകത്തില്ല. കാര്യം അല്ലേ കർത്താവ് വരുന്നതിന് മുമ്പേ തീർക്കാൻ നോക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ആരോഗ്യം തീരുന്നതിന് മുമ്പേ തീർക്കാൻ നോക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കണ്ണുകളടയ്ക്കാം.